ലൂക്ക ടോക്ക് സീരീസിന്റെ ഭാഗമായി നടത്തുന്ന ഇന്നത്തെ സെഷനിലേക്ക് ആദ്യം തന്നെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സെഷനിൽ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, പേഴ്സണലി എനിക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. എങ്ങനെയാണ് എത്തിപ്പെടാൻ സാധിക്കുക, എത്തിപ്പെട്ടാൽ അവിടെ എങ്ങനെ സർവൈവ് ചെയ്യും, എന്ത് കഴിക്കും, എവിടെ നോക്കിയാലും മഞ്ഞുകട്ടകൾ, അങ്ങനെ ഒത്തിരി ഒത്തിരി കൺസേൺസ് ഉള്ള നമ്മുടെ ഭൂമിയുടെ പോളാർ റീജിയൻസിൽ പര്യടനങ്ങൾ നടത്തി, ഗവേഷണങ്ങൾ നടത്തി വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്നത്തെ സെഷന്റെ അവതാരകൻ ഡോക്ടർ ബിനീഷ് എം പി. അദ്ദേഹം ഗോവയിലെ നാഷണൽ സെന്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ചിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ എൻവയോൺമെന്റൽ സയന്റിസ്റ്റ് ആണ്. ഒരു ദശാബ്ദത്തിലധികമായി പോളാർ പഠനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന അദ്ദേഹം 3 ഇന്ത്യൻ അന്റാർട്ടിക്ക യാത്രകളുടെയും അതേപോലെ 2 ആർട്ടിക് യാത്രകളുടെയും ഭാഗമായിട്ടുണ്ട്. പരിസ്ഥിതി ആഘാത വിലയിരുത്തൽ, കാലാവസ്ഥ വ്യതിയാനം, മൈക്രോ പ്ലാസ്റ്റിക്കുകൾ, ഓർഗാനിക് മലിനീകരണങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലാണ് അദ്ദേഹത്തിന്റെ പ്രധാന ഗവേഷണം. അദ്ദേഹത്തിന്റെ ഗവേഷണങ്ങളെ പറ്റിയും ഫീൽഡ് എക്സ്പീരിയൻസസിനെ പറ്റിയും കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് നമ്മുടെ ധ്രുവങ്ങളിലുള്ള മാറ്റങ്ങളെ പറ്റിയും എല്ലാം കേൾക്കാൻ നിങ്ങൾ വളരെ ക്ഷമയോടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അറിയാം. അതുകൊണ്ട് കൂടുതൽ നീട്ടുന്നില്ല. വി ആർ റിയലി ഓണർഡ് ടു ഹാവ് യു സർ. ഡോക്ടർ ബിനീഷ് സാറിനെ ഇന്നത്തെ സെഷനിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വളരെയധികം നന്ദി ഡോക്ടർ ശില്പ ആൻഡ് ബഹുമാനപ്പെട്ട ഷാജി സർ, പിന്നെ എൻ്റെ സുഹൃത്തും സഹപാഠിയുമായിരുന്ന ബാദുഷ്, അതേപോലെ റിസ്വാൻ, എല്ലാവർക്കും വളരെ നന്ദി ഈ ഒരു പ്രോഗ്രാമിലോട്ട് ഇൻവൈറ്റ് ചെയ്തതിന്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമസ്കാരം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കും, നമ്മൾ രാവിലെ നമ്മുടെ ഡോറ് തുറന്ന് നോക്കുമ്പോൾ, അതായത് നമുക്കൊരു ഒരിക്കലും സൂര്യൻ അസ്തമിക്കാത്ത ഒരു സ്ഥലത്ത് നമ്മുടെ തൊട്ടടുത്ത് നമുക്കുള്ള ഒരു അയൽവക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പെൻഗ്വിൻസ്, പിന്നെ കുറച്ച് സ്കൂവ എന്ന് പറഞ്ഞാൽ നമ്മുടെ പരുന്തിനെ പോലെ ഇരിക്കുന്ന ഒരു ബേർഡ്, അതേപോലെ വളരെ കാണാനായിട്ട് അതിമനോഹരമായ സ്നോ പെട്രൽസ് എന്ന് പറയുന്ന ഒരു ബേർഡ്, വൈറ്റ് കളർ ഒരു ബേർഡ്. ആ ഒരു സ്ഥലത്തോട്ട് നമ്മൾ റൂമിന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് പ്രത്യേക തരത്തിലുള്ള ഡ്രസ്സ് ഇല്ലാതെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ. അങ്ങനത്തെ ഒരു അവസ്ഥ ചിന്തിച്ചു. എൻ്റെ കുട്ടിക്കാലത്തെ ഒരു സ്വപ്നമായിരുന്നു നമ്മുടെ പോളാർ റീജിയനിൽ പോവുക, ആർട്ടിക് അന്റാർട്ടിക് ഏരിയയിലൊക്കെ വിസിറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ത്യൻ സയന്റിഫിക് എക്സ്പെഡിഷൻ ടു അന്റാർട്ടിക്ക, അതിന്റെ ഭാഗമായിട്ട് എനിക്ക് അങ്ങനെ ഒരു പ്രിവിലേജ് കിട്ടിയിട്ടുണ്ട്. അന്റാർട്ടിക്കിൽ പോകാനും അവിടെ കുറച്ച് നമ്മുടെ സമ്മർ ടൈമിൽ അവിടെ സമയം സ്പെൻഡ് ചെയ്യാനും പിന്നെ ഗവേഷണങ്ങൾ നടത്താനും സാധിച്ചതിൽ വളരെയധികം ഒരു പ്രിവിലേജ്ഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ മെയിനായിട്ട് പോകുന്നത് നമ്മുടെ ഇന്ത്യയുടെ രണ്ടാമത്തെ റിസർച്ച് സ്റ്റേഷനായ മൈത്രിയിലാണ്. അവിടെ ടെമ്പറേച്ചർ ഒരു -40 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. വിൻഡിന്റെ സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 200 കിലോമീറ്റർ പെർ അവർ ഒക്കെ ആയിരിക്കും. ഒക്കേഷണലി, എപ്പോഴും അല്ല, ചില സമയങ്ങളിൽ അത് 200 കിലോമീറ്റർ പെർ അവർ ആ ഒരു സ്പീഡിൽ വരെ വീശാനുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ടോട്ടലി എൻ്റയർ ഹ്യൂമാനിറ്റിന്ന് നമ്മൾ ഐസൊലേറ്റഡ് ആണ്. നമ്മുടെ ആ സദേൺ ഓഷ്യൻ എന്ന് പറയുന്ന ആ ഓഷ്യൻ നമ്മളെ ഫുള്ളായിട്ട് എല്ലാവരും ഐസൊലേറ്റ് ചെയ്ത് നമ്മൾ തൊട്ടടുത്തൊരു ടൗൺഷിപ്പ് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ പ്രസൻസ് എന്ന് പറയുന്നത് ഒരു 5000 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ്, ഏരിയൽ ഡിസ്റ്റൻസിലാണ് അടുത്തൊരു ടൗൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അന്റാർട്ടിക്ക എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു നാച്ചുറൽ ലബോറട്ടറിയാണ്. അവിടുത്തെ ഓരോ ഐസിന്റെ ഒരു സെക്ഷനും നമ്മൾ അതിന് ഐസ് കോർ എന്നാണ് സയന്റിഫിക്കലി പറയുക. ഐസ് കോറിന് നമുക്ക് മില്യൺസ് ഓഫ് ഇയേഴ്സിന്റെ ഒരു സ്റ്റോറി പറയാനുണ്ടായിരിക്കും. പിന്നെ അവിടെ ജീവിക്കുന്ന മെയിൻ ആയിട്ടുള്ള ജീവികൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, പെൻഗ്വിൻസ് ഉണ്ട്, കുറച്ച് ബേർഡ്സ് മാത്രമാണ് അവിടെ ഉള്ളത്. അതേപോലെ തന്നെ അവിടെയുള്ള ചെറിയ മൈന്യൂട്ട് മൈക്രോ ഓർഗാനിസം, അവര് വളരെ ആ ഫ്രോസൺ ലേക്സിലും അവിടുത്തെ ലൈക്ക് എക്കോസിസ്റ്റത്തിൽ അവർ ലൈഫ് എങ്ങനെ സർവൈവ് ചെയ്യാനെന്ന് നമ്മൾ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എല്ലാവരെയും എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ ഫസ്റ്റ് അന്റാർട്ടിക്ക എന്താണ്, അന്റാർട്ടിക്കയുടെ രൂപം എങ്ങനെയാണ് അന്റാർട്ടിക്ക രൂപപ്പെട്ട് വന്നത്, പിന്നെ അവിടുത്തെ ക്ലൈമറ്റ്, ജിയോഗ്രഫി, അവിടുത്തെ കുറച്ച് ലൈഫ് ഫോംസ്, അതിനുശേഷം നമ്മുടെ ഇന്ത്യൻ അന്റാർട്ടിക്കിന്റെ ഒരു ചെറിയ ഹിസ്റ്ററി പറയാമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അന്റാർട്ടിക്ക നമ്മൾ ഇന്ന് കാണുമ്പോൾ ഒരു വൈറ്റ് ഡിസേർട്ട് എന്നാണ് അന്റാർട്ടിക്കനെ വിളിക്കുന്നത്. ഡിസേർട്ട് എന്ന് പറയാൻ കാരണം അവിടെ പ്രിസിപ്പിറ്റേഷൻ, അതായത് മഴ വളരെ കുറവാണ്.
അതുകൊണ്ടാണ് തന്നെ വൈറ്റ് ഡെസേർട്ട് എന്ന് പറയുന്നത്. പക്ഷെ ഒരു 250 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് അന്റാർട്ടിക്ക അങ്ങനെ ആയിരുന്നില്ല. ആ സമയത്ത് ഭൂമിയിൽ ഡൈനോസേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് നമ്മുടെ അന്റാർട്ടിക്ക എന്ന് പറയുന്നത് ഗോണ്ട്വാന എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സൂപ്പർ കോണ്ടിനെന്റിന്റെ ഭാഗമായിരുന്നു. ആ സമയത്ത് അതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പൊ കാണുന്ന ധ്രുവ പ്രദേശങ്ങളെല്ലാം കുറച്ചുകൂടെ നമ്മുടെ ഭൂമധ്യരേഖയോട് ചേർന്ന ഒരു സ്ഥലത്തായിരുന്നു ഗോണ്ട്വാന ഉണ്ടായിരുന്നത്. ആ സമയത്ത് അവിടുത്തെ ടെമ്പറേച്ചർ വാം ആയിരുന്നു, ഹ്യൂമിഡ് ക്ലൈമറ്റ് ആയിരുന്നു, അവിടെ കാടുകൾ ഉണ്ടായിരുന്നു, പുഴകൾ ഉണ്ടായിരുന്നു, ആൻഡ് ഡൈവേഴ്സ് ഫോം ഓഫ് ലൈഫ് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ റീസെന്റ് ആയിട്ടുള്ള നമ്മുടെ സ്റ്റഡികളിൽ നിന്ന്, അവിടുത്തെ ജിയോളജിസ്റ്റുകളുടെ സ്റ്റഡിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടുന്ന് കുറേ അധികം ഫോസിൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഫോസിൽസിൽ നിന്നാണ് നമ്മളിത് ഐഡന്റിഫൈ ചെയ്തത്. അവിടെ പണ്ട് ഡൈനോസേഴ്സ് ഉണ്ടായിരുന്നു, ഫോറസ്റ്റ് ഉണ്ടായിരുന്നു, റിവേഴ്സ് ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ ഉറപ്പിച്ച് പറയുന്നു. ഇങ്ങനെ ഈ ഒരു അതേപോലെ നമ്മുടെ ഭൂമധ്യരേഖയോട് ചേർന്ന് നിന്നിരുന്ന ഒരു കോണ്ടിനെന്റ് എങ്ങനെ പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് പറഞ്ഞൊരു നമ്മുടെ ഭൂമിയുടെ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് സ്ലോലി അത് ഡ്രിഫ്റ്റ് ചെയ്ത് നമ്മുടെ ഇപ്പൊ കാണുന്ന സൗത്ത് പോളിന്റെ സൈഡിലോട്ട് പോയി അവിടെ ടെമ്പറേച്ചർ ഗ്രാജുവലായിട്ട് ഡ്രോപ്പായി ഇപ്പൊ കാണുന്ന അന്റാർട്ടിക്ക എന്ന് പറയുന്ന ഒരു വൈറ്റ് ഡെസേർട്ട് ആയിട്ടുള്ള ഒരു ഹ്യൂജ് കോണ്ടിനെന്റ് ആയി മാറി. അപ്പോ ഇങ്ങനെ ഒരു മേജർ ട്രാൻസ്ഫോർമേഷൻ വേണ്ടി വന്ന സമയം എന്ന് പറഞ്ഞ ഒരു 200 മില്യൺ ദശലക്ഷം വർഷങ്ങളാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഭൂമിയുടെ ക്രസ്റ്റ് എന്ന് പറയുന്നത് മേൽഭാഗം എന്ന് പറയുന്നത് ഒരിക്കലും സ്റ്റാറ്റിക് അല്ല, സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വസ്തുവല്ല. അതെപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അത് വെരി സ്ലോലി, അത് ഒരു വർഷത്തെ അതിന്റെ മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് 5 to 10 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ അറിയുന്നില്ല, പക്ഷെ അത് കോൺസ്റ്റന്റ്ലി മൂവ് ചെയ്യുന്നുണ്ട്. ആ മൂവ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഈ കോണ്ടിനെന്റൽ പ്ലേറ്റ്സ് തമ്മിൽ ഡ്രിഫ്റ്റ് നടക്കുന്നുണ്ട്, കൊളൈഡ് നടക്കുന്നുണ്ട്, സ്ലൈഡിങ് നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ കോണ്ടിനെന്റ്സിന്റെ റീഷേപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഈ ഗോണ്ട്വാനയുടെ ഭാഗമായിരുന്നു. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് ആ കോണ്ടിനെന്റൽ ബ്രേക്ക് നടന്ന് വളരെ മൂവ് ചെയ്ത് ഇപ്പൊ കാണുന്ന നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ ഇന്ത്യയുടെ പൊസിഷനിലെത്തിയത്. അങ്ങനെയാണ് നമുക്ക് മൗണ്ടൻസ്, നമ്മുടെ ഹിമാലയൻ റേഞ്ച് ഉണ്ടായത് കോണ്ടിനെന്റൽ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ഫസ്റ്റ് നമുക്കുണ്ടായിരുന്ന ഒരു സൂപ്പർ കോണ്ടിനെന്റ് എന്ന് പറഞ്ഞാൽ പാൻജിയ ആയിരുന്നു. പാൻജിയെന്ന് സെപ്പറേഷൻ നടന്നിട്ടാണ് നമുക്ക് ലോറേഷ്യ എന്ന് പറഞ്ഞൊരു ഭൂഖണ്ഡം ഉണ്ടായി. അതേപോലെ തന്നെ ഗോണ്ട്വാന. അന്റാർട്ടിക്ക എന്ന് പറയുന്നത് ഗോണ്ട്വാനയുടെ ഒരു ഭാഗമായിരുന്നു. പിന്നെ കോണ്ടിനെന്റൽ കൊളീഷൻ, പ്ലേറ്റ് ടെക്ടോണിക്സിന്റെ ഫലമായിട്ട് ഈ വളരെ പതുക്കെ മൂവ്മെന്റ് സംഭവിച്ച് ഇപ്പൊ കാണുന്ന ഒരു പൊസിഷനിൽ അന്റാർട്ടിക്ക എത്തിച്ചേർന്നു. അതിന്റെ ഒരു ടൈം പീരീഡ് പറയുകയാണെങ്കിൽ അറൌണ്ട് ഒരു 180 മില്യൺ ഇയേഴ്സ് മുമ്പാണ് ഗോണ്ട്വാന എന്ന് പറയുന്ന ഒരു 180 മില്യൺ ഇയേഴ്സ് മുമ്പാണ് ഗോണ്ട്വാന മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം സൗത്ത് അമേരിക്ക, ആഫ്രിക്കയൊക്കെ സെപ്പറേറ്റഡ് ആയി. ദെൻ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റും നടന്നു. അതിനുശേഷം ഇന്ത്യ, മഡഗാസ്കർ ഒക്കെ സെപ്പറേറ്റഡ് ആയി. പിന്നെ ഓസ്ട്രേലിയ ആൻഡ് അന്റാർട്ടിക്ക started shifting from southward to the south pole direction. And gradual movement അവരൊരു ക്ലൈമറ്റിനെ റീഷേപ്പ് ചെയ്തു. കാർബൺ ഡയോക്സൈഡിന്റെ ഒരു ലിമിറ്റേഷൻ അവിടെ വന്നതുകൊണ്ട് പെട്ടെന്ന് സഡൻ ആയിട്ടുള്ളൊരു ഫ്രീസിങ് അവിടെ നടന്നു. ടെമ്പറേച്ചർ ഭയങ്കര ലോ ആയി. അങ്ങനെ അന്റാർട്ടിക്ക എന്ന് കാണുന്ന ഒരു രീതിയിലോട്ട് എത്തിച്ചേർന്നു. ഒരു 100 മില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്റാർട്ടിക്ക അപ്പോൾ ഒരു ഗോണ്ട്വാനയുടെ ഭാഗമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ആ സമയത്ത് നിറയെ വൃക്ഷങ്ങളുണ്ടായിരുന്നു, വനങ്ങളുണ്ടായിരുന്നു, റിവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ സ്ലൈഡിലെ ഏറ്റവും താഴെ കാണുന്നത് അവിടുന്ന് കണ്ടെത്തിയിട്ടുള്ള ഒരു ഫോസിലാണ്, ഒരു ലീഫാണ്. ലീഫ് നമ്മൾ ഫോസിലൈസ്ഡ് ലീഫ് അവിടുന്ന് റീസെന്റ് ആയിട്ട് കണ്ടുപിടിച്ചതാണ്. അത് പ്രിൻസ് ചാൾസ് മൗണ്ടൻ എന്ന് പറഞ്ഞ ഒരു ഏരിയയിൽ നിന്നാണ് ഈ ഫോസിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇപ്പോഴത്തെ അന്റാർട്ടിക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. പ്രൊട്ടക്റ്റഡ് ഫോർ പീസ്ഫുൾ പർപ്പസ്, അതായത് സയൻസിനും പീസ്ഫുൾ ആയിട്ടുള്ള പർപ്പസിനും മാത്രമാണ് അന്റാർട്ടിക്ക ഉള്ളത്. അന്റാർട്ടിക്കനെ ഇപ്പോൾ ഗവേൺ ചെയ്യുന്നത് അന്റാർട്ടിക് ട്രീറ്റി എന്ന് പറഞ്ഞ ഒരു ഇന്റർനാഷണൽ ബോഡിയാണ്. അപ്പോൾ അന്റാർട്ടിക്ക വിശേഷിപ്പിക്കുന്നത് ഇറ്റ്സ് എ നാച്ചുറൽ റിസർവ് ഡിവോട്ടഡ് ടു പീസ് ആൻഡ് സയൻസ് എന്നാണ്. അപ്പൊ അവിടെ മിലിറ്ററി ആക്ഷൻസ്
ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ ന്യൂക്ലിയർ ടെസ്റ്റുകൾ ചെയ്യാൻ സാധിക്കില്ല. ഓൺലി സയന്റിഫിക് റിസർച്ച് ആൻഡ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആണ് ഈ അന്റാർട്ടിക് ട്രീറ്റിയുടെ മെയിൻ. ആൻഡ് നമ്മുടെ ഇന്ത്യ അന്റാർട്ടിക് ട്രീറ്റിയുടെ ഒരു അംഗമാണ്. നമ്മൾക്ക് വോട്ടിംഗ് പവറുള്ള ഒരു നേഷനാണ്. അപ്പോൾ അന്റാർട്ടിക്കയിൽ ഇപ്പോൾ വേൾഡിലെ 74 രാജ്യങ്ങൾക്ക് അന്റാർട്ടിക്കയിൽ സ്റ്റേഷൻസ് ഉണ്ട്. അവരെല്ലാം റിസർച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലൊരു നമുക്ക് ഇന്ത്യക്കുള്ളത് 2 സ്റ്റേഷൻസ് ആണ്. അവരെല്ലാം സ്റ്റഡി ചെയ്യുന്നത് ക്ലൈമറ്റ് ചേഞ്ച്, പിന്നെ ഐസ് കോർ സ്റ്റഡീസ് നടത്തുന്ന എൻവയോൺമെന്റൽ സ്റ്റഡീസ്, അവിടുത്തെ വൈൽഡ് ലൈഫിന്റെ ഡൈവേഴ്സിറ്റിയെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ പാസ്റ്റ് എങ്ങനെയായിരുന്നു, പാസ്റ്റ് അറിഞ്ഞാലാണ് നമുക്ക് ഫ്യൂച്ചർ പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ നമ്മുടെ ഐസ് മെൽറ്റിന്റെ റേറ്റിംഗ് മെഷർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഐസ് മെൽറ്റ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ സീ ലെവൽ റൈസ് ചെയ്യും. ഇതെല്ലാം ഒരു അന്റാർട്ടിക്കയിൽ എന്ത് നടന്നാലും അത് എൻറ്റയർ ഗ്ലോബിനെ അഫക്ട് ചെയ്യുന്ന ഒരു പ്രോസസ് ആയിരിക്കും. ഇപ്പോൾ അന്റാർട്ടിക്കയുടെ ജിയോഗ്രഫി എന്ന് പറയുകയാണെങ്കിൽ ഒരു 98% ഓഫ് വേൾഡിന്റെ 98% അന്റാർട്ടിക്കയെ കവർ ചെയ്തിരിക്കുന്ന ഒരു ഹ്യൂജ് ഐസ് ഷീറ്റാണ്. ആ ഐസ് ഷീറ്റിന്റെ ഒരു തിക്നെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1.6 കിലോമീറ്റർ ആണ് അതിന്റെ ഒരു ആവറേജ് തിക്നെസ്. നമ്മൾ അന്റാർട്ടിക്ക എൻറ്റയർ കോണ്ടിനെന്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ഐസ്ക്രീം ബോൾ സങ്കല്പിക്കുക. ഇങ്ങനെയായിരിക്കും അതിന്റെ ഷേപ്പ് അല്ലെ. മോളില് കുറച്ച് ഹൈറ്റ് കൂടിയിട്ട് താഴത്തോട്ട് വരുമ്പോഴത്തേനും സീയുടെ സൈഡിലോട്ട് വരുമ്പോഴത്തേനും ഹൈറ്റ് കുറഞ്ഞു വരും. അപ്പൊ ഈ എൻറ്റയർ ഏരിയ എന്ന് പറയുന്നത് ഒരു അന്റാർട്ടിക് ഐസ് ഷീറ്റ് എന്നാണ് അതിന് പറയുന്നത്. ആ ഐസ് ഷീറ്റിന്റെ തിക്നെസ് 1.6 കിലോമീറ്റർ. ദാറ്റ് വാസ് എ വെരി ഹ്യൂജ്. അപ്പൊ അതിന്റെ പോളിൽ അതിന്റെ ഒരു ഡെപ്ത് മെഷർ ചെയ്തിരിക്കുന്നത് 5.6 കിലോമീറ്റർ ആണ്. അതായത് നമ്മുടെ സൗത്ത് പോളിൽ. അത് ഗ്രാജുവലായിട്ട് നമ്മുടെ സീ സൈഡിലോട്ട് വരുമ്പോഴത്തേനും കുറഞ്ഞു വരും. അപ്പോൾ അതേപോലെ തന്നെ അന്റാർട്ടിക്ക ഒരു വിൻഡിയസ്റ്റ് കോണ്ടിനെന്റ് ആണ്. വിൻഡ് സ്പീഡ് ഭയങ്കര കൂടുതലാണ് അവിടെ. ഞാൻ പറഞ്ഞു ഓൾമോസ്റ്റ് 200 km/h വരെ സ്പീഡിൽ അവിടെ വിൻഡ് അടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ആ വിൻഡിന് ആ വിൻഡിന് പറയുന്ന പേര് കാറ്റബാറ്റിക് വിൻഡ് എന്നാണ്. അതായത് അന്റാർട്ടിക്കയുടെ ഒരു പർട്ടിക്കുലർ ഷേപ്പ്, പിന്നെ അവിടുത്തെ എയറിന്റെ അറ്റ്മോസ്ഫിയറിന്റെ പ്രത്യേകത കൊണ്ടാണ് ഇങ്ങനെ കാറ്റ് അവിടെ കണ്ടിന്യൂസ്ലി നമുക്ക് അനുഭവപ്പെടുന്നത്. അവിടുത്തെ ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഇവിടെ ഭയങ്കര ഹാർഷ് കണ്ടീഷൻ ആണ്, ഫ്രീസിങ് എൻവയോൺമെന്റ് ആണ്. ബട്ട് സ്റ്റിൽ അവിടെ എൻഡമിക് ആയിട്ടുള്ള കുറെ അധികം ജീവികളുണ്ട്. അവര് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം ജീവിക്കാൻ വേണ്ടി രൂപപ്പെട്ടു വന്ന എവോൾവ് ചെയ്തു വന്ന ജീവികളാണ്. നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാം. ഫസ്റ്റ് കാണുന്നത് നമ്മുടെ എംപറർ പെൻഗ്വിൻ എന്ന് പറഞ്ഞൊരു ജീവിയാണ്. ഈ പെൻഗ്വിൻസ് തന്നെ പല ടൈപ്പ് ഉണ്ട്. നമ്മുടെ മനസ്സിലോട്ട് ആദ്യം വരിക പെൻഗ്വിൻസ് എല്ലാം ഒരേപോലെ ആയിരിക്കും. പക്ഷെ പെൻഗ്വിൻസ് 4 or 5 വെറൈറ്റീസ് ഓഫ് പെൻഗ്വിൻസ് ഉണ്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ സ്റ്റേഷനിൽ നമ്മൾ കണ്ടിട്ടുള്ള പെൻഗ്വിൻസ്, ഒന്ന് നമുക്ക് ഈ എംപറർ പെൻഗ്വിനെ കാണാം. അത് നമ്മുടെ ഏകദേശം നല്ല ഹൈറ്റ് ഉള്ളൊരു പെൻഗ്വിൻ സ്പീഷീസ് ആണ്. അതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന വേറൊരു ആളാണ് നമ്മുടെ അഡലീഡ് പെൻഗ്വിൻ. ഇദ്ദേഹം ഞാൻ പോകുന്ന മൈത്രി സ്റ്റേഷന്റെ പരിസരത്തുള്ളത് ഈ കൂടുതലും അഡലീഡ് പെൻഗ്വിൻസ് ആണ്. പിന്നെ വേറൊരു ജീവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സീൽസിനെ കാണാം. സീൽസ് തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. ക്രാബ് ഈറ്റർ സീൽ ഉണ്ട്, വെഡൽ സീല്, ലെപ്പേർഡ് സീൽ, അങ്ങനെ പല വെറൈറ്റി ഓഫ് സീൽസ് നമ്മുടെ കോസ്റ്റൽ ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇവരെങ്ങനെ സർവൈവ് ചെയ്യുന്നു ചോദിച്ചിട്ടുണ്ട്. ഈ പെൻഗ്വിൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ പെൻഗ്വിൻസിന് ഒരു തിക്ക് ലെയർ ഓഫ് ഫാറ്റ് ഉണ്ട് അവരുടെ ബോഡിയിൽ. നമുക്കത് അറിയാൻ പറ്റും. അവര് ഫുള്ള് ബോഡി മാസ് നോക്കുകയാണെങ്കിൽ അത് ഫുള്ള് ഫാറ്റ് ആയിരിക്കും. പിന്നെ അവർക്ക് ഭയങ്കര തിക്കായിട്ടുള്ള ഫെദേഴ്സ് ഉണ്ട്. അപ്പൊ അതൊരു ഇൻസുലേഷൻ പോലെ ആക്ട് ചെയ്യും. എന്നിട്ട് അവരുടെ ശരീരത്തിൽ നിന്ന് ഹീറ്റ് പുറത്തോട്ട് പോകുന്നത് തടയും. അതേപോലെ തന്നെ അവർക്കൊരു പ്രൊട്ടക്ഷനും കിട്ടും. പിന്നെ അവരെ കോളനീസ് നോക്കുവാണെങ്കിൽ അവരെല്ലാവരും ഒരുമിച്ചായിരിക്കും എപ്പോഴും ഉണ്ടാവുക. അവര് ചേർന്നായിരിക്കും നിൽക്കുക ഫോർ ഈ ഹീറ്റ് ലോസ് തടയാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ സീൽസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവർക്കൊരു ബ്ലബർ എന്ന് പറഞ്ഞൊരു മെക്കാനിസം ഉണ്ട്. അപ്പൊ ആ ബ്ലബർ ആണ് ഇവരെ വാം ആയിട്ടിരിക്കാനും ഈ മൈനസ് ടെമ്പറേച്ചറിലുള്ള കണ്ടീഷനിൽ സർവൈവ് ചെയ്യാൻ അവരെ സഹായിക്കുന്നത്. പിന്നെ ഈ പെൻഗ്വിൻസ് ആണെങ്കിലും സീൽസ് ആണെങ്കിലും എക്സലന്റ് സ്വിമ്മേഴ്സ് ആണ്. അവർ ഭയങ്കര സ്പീഡിൽ സ്വിം ചെയ്യാം. അപ്പൊ അവരുടെ പ്രെഡേറ്ററിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് പറ്റും ഈ ഒരു കപ്പാസിറ്റി ഉള്ളത് കൊണ്ട്. പിന്നെ അവിടുത്തെ ടോപ്പ് പ്രെഡേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ മൂന്നാമത്തെ റോയിൽ കാണുന്ന വെയിൽസ്. ഇവര് ഹംപാക്ട് വെയിൽസ് ഉണ്ട്, മിങ്ക് വെയിൽ ഉണ്ട്, ഓക്ര എന്ന് പറഞ്ഞിട്ടൊരു വൈറ്റ് കളർ വെയിൽ ഉണ്ട്. ഇവരെല്ലാം ഈ കോൾഡ് വാട്ടറിന് അഡാപ്റ്റ് ചെയ്യാനായിട്ടുള്ള ചില മെക്കാനിസം എൻസൈംസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് അവരവിടെ സർവൈവ് ചെയ്യുന്നത്.
പിന്നെ അതർ ബേർഡ്സിലോട്ട് വരുവാണെങ്കിൽ ഏറ്റവും താഴെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് സ്കൂവ. താഴത്തെ ആ റോയിൽ കാണുന്ന രണ്ടൊരു സ്കൂവ എന്ന് പറഞ്ഞ ബേർഡാണ്. നമ്മുടെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പരുന്തിന്റെ ഒരു ഷേപ്പാണ് അവർക്ക്. അതേപോലെ തന്നെ പരുന്തിന്റെ അത്രയും തന്നെ ഒരു സൈസും ഉണ്ട് അവർക്ക്. ഇപ്പൊ നമ്മുടെ മൈത്രി സ്റ്റേഷനോട് ചേർന്നിട്ട് ഇവരൊരു നമ്മൾ ലാസ്റ്റ് സർവേ നടത്തിയപ്പോൾ ഒരു 14 കോളനീസ് ഉണ്ട്. അപ്പൊ സ്ഥിരമായിട്ട് ഇവരൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവര് എന്താണ് ആണ് കഴിക്കുന്നത്. ഇവരുടെ മെയിൻ ഫുഡ് എന്ന് പറഞ്ഞാൽ ഫിഷാണ്. ഫിഷ്, അതുപോലെ തന്നെ നമ്മുടെ പെൻഗ്വിൻസിന്റെ ചിക്സ് ഉണ്ട്, ചെറിയ ചെറിയ പെൻഗ്വിൻസ്. ആ പെൻഗ്വിൻസ് ഇവരെയൊക്കെ ഇവർ ക്യാച്ച് ചെയ്യും. പിന്നെ അതേപോലെ കാണുന്ന സ്നോ പെട്രൽ എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട് അവിടെ, സ്നോ പെട്രൽ, സ്നോ പെട്രൽ. അപ്പൊ ആ 2 ടൈപ്പ് പക്ഷികളെ ഇവർ ക്യാച്ച് ചെയ്യും, അറ്റാക്ക് ചെയ്തിട്ട് കഴിക്കും. പിന്നെ നമ്മളിവിടെ ഒരു 14 കോളനീസ് നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവര് സ്ഥിരമായിട്ട് എല്ലാ വർഷവും അവര് എവിടെയാണോ അവർ നെസ്റ്റിംഗ് ചെയ്യുന്നത്, അവര് കുഞ്ഞുണ്ടാവുന്നത്, ആ ഒരു സെയിം പ്ലേസിലായിരിക്കും അവർ എല്ലാ വർഷവും. ഞാനിപ്പോ എന്റെ 3 പ്രാവശ്യം എക്സ്പെഡിഷൻ ചെയ്തു. ഈ 3 വർഷവും എനിക്ക് ഈ സെയിം ആൾക്കാരെയാണ് അവിടെ കാണാൻ പറ്റുക. അതൊരു റയർ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇവര് ഭയങ്കര പ്രൊട്ടക്റ്റീവാണ്. നമ്മള് ഇൻ കേസ് നമുക്ക് ഇവരുടെ കളർ, ഇവരൊക്കെ അഡാപ്റ്റേഷൻ ഉണ്ടാകും. നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലെ കളറൊക്കെ നമുക്ക് ഭയങ്കര എന്താണ്, നമുക്ക് പെട്ടെന്ന് അവരെ തിരിച്ചറിയാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഫീൽഡ് പോകുന്ന സമയത്തൊക്കെ നടന്നു പോകുമ്പോൾ അറിയാതെ ഇവരുടെ പെൻഗ്വിൻ നെസ്റ്റിന്റെ അടുത്തോട്ട് പോയിട്ടുണ്ട്, ഇവന്മാര് അറ്റാക്ക് ചെയ്യും നമ്മളെ. ലാസ്റ്റ് ടൈം ഞങ്ങളുടെ കൂടെ ഫീൽഡ് വന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ തലയിൽ ഇവര് വന്നിട്ട് അറ്റാക്ക് ചെയ്യാൻ ട്രൈ ചെയ്തു. പക്ഷെ അത് ക്യാപ്പ് വെച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പൊ അവര് ഭയങ്കര യങ് വൺസിന്റെ കാര്യത്തിൽ ഭയങ്കര പ്രൊട്ടക്റ്റീവാണ്. പിന്നെ അതേപോലെ ഒരു അടുത്തൊരു ഇതാണ് ബെലാജിക്ക അന്റാർട്ടിക്ക. ഇതൊരു ഫ്ലൈറ്റ്ലെസ് മിഡ്ജ് ആണ്. ഇതാണ് അന്റാർട്ടിക്കയിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിലൊരു ഏറ്റവും വലിയ ജീവി. ഇതിന്റെ സൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരയിൽ, അതായത് ടെറസ്ട്രിയൽ ഏരിയയിൽ കാണുന്ന കേട്ടോ, അതായത് കരയിൽ, ഓഷനിലല്ല, കരയിൽ കാണുന്ന ഏറ്റവും വലിയ ജീവി എന്ന് പറഞ്ഞാൽ ഈ ബെലാജിക്ക അന്റാർട്ടിക്ക എന്നാണ്. ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 6 മില്ലിമീറ്റർ ആണ്. അതായത് നമ്മുടെ അര അര സെന്റിമീറ്റർ അത്രയും ചെറിയ ഇവന്മാരാണ് അവിടുത്തെ ഏറ്റവും വലിയ ജീവികൾ. ബാക്കിയെല്ലാം മൈക്രോസ്കോപ്പിക് ലെവലിലുള്ള ലൈറ്റ്സ് ഉണ്ട്, പിന്നെ ലൈസസ് ഉണ്ട്, നെമറ്റോഡ്സ്, റോട്ടിഫോഴ്സ്, വളരെ വെറൈറ്റി ഓഫ് ലൈഫ് ഫോംസ് അവിടെ ഉണ്ട്. എന്നിരുന്നാലും ഇവരാണ് ഏറ്റവും വലുത്. പിന്നെ താഴെ കാണുന്ന ക്രില്ല് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഓഷ്യനിലുള്ള ഒരു ലൈഫ് ഫോമാണ്. ഈ ക്രിൽസ് ആണ് ആ അന്റാർട്ടിക് ഫുഡ് വെബിന്റെ ഏറ്റവും കീസ്റ്റോൺ സ്പീഷീസ്. ഇവര് കാരണമാണ് അവിടെയുള്ള എല്ലാ ജീവികളും സർവൈവ് ചെയ്യുന്നത്. ക്രിൽസിനെയാണ് നമ്മുടെ പെൻഗ്വിൻസ്, സീൽസ്, എല്ലാവരുടെയും ഒരു ഭക്ഷണത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ക്രിൽ സ്പീഷീസ് ആണ്. കാണുമ്പോൾ നമ്മുടെ ഒരു നാട്ടിലെ ചെറിയ ചെമ്മീന്റെ ഒരു ഷേപ്പ് ഉണ്ടാവും അല്ലേ. പിന്നെ ഇത് അവിടെ കാണുന്ന കുറച്ച് ഫ്ലോറയാണ്. നമ്മൾ അന്റാർട്ടിക്ക എന്ന് പറയുമ്പോൾ എൻറ്റയർലി ഐസായിട്ട് കിടക്കുന്ന സ്ഥലമല്ല. സമ്മർ ടൈമിൽ ഈ റോക്കി സർഫസ് എല്ലാം അവിടെ എക്സ്പോസ് ചെയ്ത റോക്കി ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസിൽ ഐസ് എല്ലാം മെൽട്ടായി പോകും. റോക്ക് ഇങ്ങനെ ഹീറ്റ് അബ്സോർബ് ചെയ്യും, ഐസ് എല്ലാം മെൽട്ടായി പോകും. പിന്നെ കാറ്റബാറ്റിക് വിൻഡ് ഉള്ളതുകൊണ്ട് മെൽറ്റ് ആവുന്ന ഐസ് എല്ലാം പെട്ടെന്ന് മൂവ് ചെയ്തു പോകും. അപ്പോൾ ആ സമയത്ത് അവിടെ നമുക്ക് മെയിൻ ആയിട്ട് കാണാൻ പറ്റുന്ന ലൈഫ് ഫോംസ് ആണ് ലൈക്കൻസ്, മോസസ്, ആൽഗെ, ലിവർവോർട്ട്. പിന്നെ താഴെ രണ്ടും കാണുന്നത് അവിടുത്തെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. അന്റാർട്ടിക്കയിൽ കണ്ടെത്തിയിട്ടുള്ള 2 ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്, അന്റാർട്ടിക് ഹെയർ ഗ്രാസ്, അന്റാർട്ടിക് പോയിലോട്ട്. പക്ഷെ ഇത് വളരെ ചെറുതാണ്. ഫ്ലവറിംഗ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലിട്ട് ആദ്യം വരുന്ന റോസ്, ചെമ്പരത്തി, നമ്മുടെ നാട്ടിൽ കാണുന്നത് അതൊക്കെ ആയിരിക്കും. പക്ഷെ ഇവിടെ വളരെ ചെറിയ, നമ്മുടെ പറയുവാണെങ്കിൽ നമ്മുടെ ഈ വേലിയിലൊക്കെ വരുന്ന നമ്മുടെ എന്താ മോസസ് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ സൈസേ ഉള്ളൂ. ഇതാണ് മെയിൻ ആയിട്ടുള്ള അവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഈ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ അടുത്ത് നമുക്ക് അന്റാർട്ടിക്കയുടെ എക്സ്പ്ലോറേഷൻ ഹിസ്റ്ററി എന്താണെന്ന് നോക്കാം. നമ്മുടെ ഏറ്റവും പഴക്കം ചെന്ന ഒരു റെഫറൻസ് പ്രകാരം 7th സെഞ്ചുറിയിൽ, അതായത് 7ാം നൂറ്റാണ്ടിൽ നമ്മുടെ ന്യൂസിലൻഡിലുള്ള മാവോരി എന്ന് പറഞ്ഞൊരു ട്രൈബൽ പീപ്പിൾസ് ഉണ്ട്. അവരാണ് ഫസ്റ്റ്. ആ സമയത്ത് തന്നെ അവർ ബോട്ടൊക്കെ ഉണ്ടാക്കാനുള്ള ടെക്നിക്ക് അവർക്ക് ഉണ്ടായിരുന്നു, സീല് മൂവ്മെന്റ് ചെയ്യാനായിട്ട്. അപ്പൊ അവരാണ് ഈ മവോരി എന്ന് പറഞ്ഞ ട്രൈബൽ പീപ്പിൾസ് ആണ് ഫസ്റ്റ് അന്റാർട്ടിക്ക കണ്ടുപിടിച്ചതെന്നാണ് അവരുടെ പോളിനേഷൻ നറേറ്റീവ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. പക്ഷെ അതിനുശേഷം 1973 ക്യാപ്റ്റൻ ജെയിംസ് കുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരാള് ഫസ്റ്റ് അന്റാർട്ടിക് സർക്കിൾ ക്രോസ് ചെയ്തു. അദ്ദേഹത്തിന്റെ അന്റാർട്ടിക് സർക്കിളിൽ കണ്ടുപിടിച്ച ഒരു സിഗ്നിഫിക്കൻറ്റ് സ്റ്റെപ്പ് ഇൻ അന്റാർട്ടിക് എക്സ്പെഡിഷൻ നമ്മളിപ്പോൾ പറയുന്നു. പക്ഷെ അദ്ദേഹം
അന്റാർട്ടിക് കോണ്ടിനെന്റിൽ കണ്ടെത്തിയിട്ടില്ല, പക്ഷെ അന്റാർട്ടിക് സർക്കിളിൽ എൻ്റർ ചെയ്തു. പിന്നെ 1820 1820 ഫസ്റ്റ് അന്റാർട്ടിക്കെ സൈറ്റ് ചെയ്തത് യൂറോപ്യൻ എക്സ്പ്ലോറേഴ്സ് ആയിരുന്നു. പിന്നെ അതിനുശേഷം 1823 ജെയിംസ് വെഡൽ എന്ന് പറഞ്ഞിട്ടൊരു ക്യാപ്റ്റൻ, അദ്ദേഹമാണ് ഫസ്റ്റ് അന്റാർട്ടിക്കിൽ ഇത്രയും ഫുഡ് സ്റ്റെപ്പ് ചെയ്ത് എന്ന് പറയപ്പെടുന്ന ആൾ. പിന്നെ 1831 1832 ഇടയ്ക്ക് കുറെ ആളുകൾ അന്റാർട്ടിക്ക കീഴടക്കാനായിട്ട് പോയിട്ടുണ്ട്, സൗത്ത് പോളിലോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ കുറെ ഒരു എക്സ്പെഡിഷൻ, ഒരു എക്സ്പ്ലോറേഷൻ സ്റ്റേജ് ആയിരുന്നു നമ്മുടെ 19th സെഞ്ചുറിയിൽ തുടക്കം. അപ്പോൾ നമുക്ക് ഈ അന്റാർട്ടിക് എക്സ്പ്ലോറേഷൻ നമുക്ക് 3 ഫേസസ് ആയിട്ട് തിരിക്കാം. ഫസ്റ്റ് എയർലി എക്സ്പ്ലോറേഴ്സ് ലൈക്ക് ജെയിംസ് കുക്ക്, ക്യാപ്റ്റൻ റോസ്, അവരെല്ലാം ഒരു പാത്ത് ഇട്ടു. ഈ ഒരു അന്റാർട്ടിക്ക നമുക്ക് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണെന്ന്, മനുഷ്യന് കീഴടക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണെന്ന് ഒരു പാത്ത് അവർ കാണിച്ചു തന്നു. അതിനുശേഷം ഹീറോയിക് ഏജ് എന്ന് പറഞ്ഞൊരു ഏജ് ഉണ്ട്. ആ സമയത്താണ് നമ്മുടെ സൗത്ത് പോളിലോട്ട് മനുഷ്യൻ ഫസ്റ്റ് ടൈം ട്രാവൽ ചെയ്തതും സൗത്ത് പോളിൽ പോയതും. നമ്മുടെ നോർവീജിയൻ എക്സ്പ്ലോറേഴ്സും അതേപോലെ തന്നെ ബ്രിട്ടീഷ് എക്സ്പ്ലോറേഴ്സും ഒക്കെ സൗത്ത് പോളിൽ പോകാനായിട്ട് ട്രൈ ചെയ്തത്. പിന്നെ ഇപ്പോഴത്തെ എറ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഡേൺ എറ എന്നാണ് നമ്മൾ പറയുന്നത്. അത് ഫോക്കസ് ചെയ്യുന്നത് പ്യുവർ സയന്റിഫിക് റിസർച്ച് ആണ്. അതേപോലെ തന്നെ അന്റാർട്ടിക്കയുടെ എൻവയോൺമെന്റൽ പ്ലസ്റ്റിലിറ്റി നഷ്ടപ്പെടാതെ അത് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ അന്റാർട്ടിക് എക്സ്പ്ലോറേഷൻ അല്ലെങ്കിൽ ഈ മോഡേൺ എറയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഏകദേശം 74 പെർമനന്റ് റിസർച്ച് സ്റ്റേഷൻസ് ഉണ്ട് അന്റാർട്ടിക്കയിൽ. ഇത് ഒരു 29 ഡിഫറെന്റ് രാജ്യങ്ങൾക്ക് അവിടെ സ്റ്റേഷൻസ് ഉണ്ട്. അതിൽ ഈ 74 പെർമനന്റ് സ്റ്റേഷൻസിൽ 42 എണ്ണമാണ് ഇയർ അറൗണ്ട്, അതായത് ത്രൂ ഔട്ട് ദി ഇയർ വർക്ക് ചെയ്യുന്നത് 42 എണ്ണമാണ്. പിന്നെ നമ്മുടെ അവിടുത്തെ പോപ്പുലേഷൻ വൈസ് നോക്കുവാണെങ്കിൽ നമ്മുടെ സമ്മർ ടൈമിൽ ഇത്രയും അന്റാർട്ടിക്കയുടെ സൈസ് ഞാൻ പറയാൻ വിട്ടു, ക്ഷമിക്കുക. നമ്മുടെ ഇന്ത്യയുടെ ഒരു 5 ഇരട്ടി സൈസ് ഉണ്ട് അന്റാർട്ടിക്ക എന്നുള്ള കോണ്ടിനെന്റ്. ഓക്കെ, അത്രയും ഹ്യൂജ് ആണ്. അപ്പോൾ അത്രയും വലിയൊരു സ്ഥലത്ത് നമ്മുടെ മാക്സിമം പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു സമ്മർ ടൈമിൽ അറൗണ്ട് 4800 ആണ്. സമ്മർ ടൈമിൻ്റെ അടുത്ത് മാക്സിമം പോപ്പുലേഷൻ. അത് വിന്റർ ടൈമിലോട്ട് വരുമ്പോഴത്തേനും നമ്മുടെ സയന്റിഫിക് ടീമുകളെല്ലാം തിരിച്ചു വരും. പിന്നെ അവിടെ സ്റ്റേഷൻ മെയിൻ്റനൻസിനുള്ള ആളുകളായിരിക്കും കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക. അപ്പോൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 1200 ആയിരിക്കും മാക്സിമം വിന്റർ ടൈം. വിന്റർ പീരീഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ. പിന്നെ നമുക്ക് അന്റാർട്ടിക്കയിൽ കാണുന്ന റിസർച്ച് അല്ലാതെ ഇപ്പോൾ അന്റാർട്ടിക്കയിലുള്ള ഒരു ആക്ടിവിറ്റിയാണ് ടൂറിസം. അതൊരു ലേറ്റ് 1950-കൾക്ക് ശേഷമാണ് ഫസ്റ്റ് ഈ ടൂറിസം സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ അന്റാർട്ടിക്കയുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള 2 കൺട്രിയാണ് ചിലിയും അർജന്റീന, നമ്മുടെ സൗത്ത് അമേരിക്കയിലുള്ള കൺട്രീസ് ആണ്. അവരാണ് ഈ ടൂറിസം സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം 1966 ഫസ്റ്റ് എക്സ്പെഡിഷൻ സ്റ്റൈൽ ടൂറിസം സ്റ്റാർട്ട് ചെയ്തത്, അതായത് വലിയ ക്രൂയിസ് ഷിപ്പുകൾ സ്റ്റാർട്ട് ചെയ്തത് 1966. പിന്നെ 1969 ഒരു MS എക്സ്പ്ലോറർ, അവരാണ് ഒരു മോഡേൺ ടൂറിസം എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവരികയും 1970 ടൂറിസം ഇയർ അറൗണ്ട് നമ്മുടെ ഈ സമ്മർ ടൈമിൽ ആനുവലി ഇവർ ടൂറിസം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു 1970 മുതലാണ്. അതിനുശേഷം കുറേയധികം പ്രശ്നങ്ങൾ അവിടെ വന്നു. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, അന്റാർട്ടിക്കയുടെ പൊല്യൂഷൻ പ്രോബ്ലംസ്, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേനും അന്റാർട്ടിക് ട്രെക്കിലുള്ള ആൾക്കാർ ഇവരോട് ടൂറിസം നടത്തുന്ന ആൾക്കാരോട് ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഒരു ഓർഗനൈസേഷനാണ് ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അന്റാർട്ടിക്ക ടൂർ ഓപ്പറേറ്റേഴ്സ്, അയാട്ട എന്ന് പറയും. അവർ 91 അങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്തു. പിന്നെ അവർ അന്റാർട്ടിക് ട്രെക്കിയിലെ മെമ്പേഴ്സാണ്. അപ്പോൾ അവർ അന്റാർട്ടിക്കനെ പ്രൊട്ടക്ട് ചെയ്യാൻ അവർ ബാധ്യസ്ഥരാണ്, നമ്മൾ ആ സൈൻ ചെയ്തതുകൊണ്ട്. അപ്പോൾ അവിടെയുള്ള അതിനുശേഷം 91 ശേഷം നടന്നിട്ടുള്ള ടൂറിസം എല്ലാം അന്റാർട്ടിക് ട്രെക്കിയുടെ ഒരു പ്രോട്ടോകോൾ ഉണ്ട് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ആ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് മാത്രമാണ് അവർ ടൂറിസം ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള എന്ത് വേസ്റ്റ് ഡിസ്ചാർജിൽ എന്ത് തന്നെ ആയാലും അവർ പറയുന്ന പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിലോട്ട് ഞാൻ അടുത്ത സ്ലൈഡിലോട്ട് പറയാം. അതിനു മുമ്പ് വേറൊരു ആക്ടിവിറ്റിയെ കുറിച്ച് പറയാം, ഫിഷറി. നമ്മുടെ പണ്ട് മുതലേ നമ്മൾ മനുഷ്യര് ഈ ഇന്റൻസ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്ത സമയത്ത് വെയിൽസിനെയും സീൽസിനെയും ഒക്കെ ഭയങ്കരമായിട്ട് വേട്ടയാടുമായിരുന്നു നമ്മുടെ അന്റാർട്ടിക് സദേൺ ഓഷൻ എന്ന് പറഞ്ഞ ഒരു ഏരിയയിൽ. അപ്പോൾ എക്സ്റ്റെൻസീവ് ആയിട്ട് ഇവരെ കൊല്ലും, അവരെ മറ്റേ തോലെടുത്തിട്ട് പലതരം ടൈപ്പിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട്.
അവരുടെ പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് ഡിക്ലൈൻ ചെയ്തു. അപ്പത്തേനും നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾ CCAMLR എന്നൊരു കമ്മീഷൻ ഫോം ചെയ്തു. അതും അന്റാർട്ടിക് ട്രീറ്റിയുടെ കീഴിലുള്ളതാണ്. അപ്പൊ അവർ കുറച്ച് റെഗുലേഷൻസ് ലോസ് വന്നു. നമുക്ക് അന്റാർട്ടിക്കിൽ ഫിഷിങ്ങിന് പോകണമെന്നുണ്ടെങ്കിൽ അവരുടെ പെർമിഷൻ വേണം. പെർമിഷൻ മാത്രമല്ല, നമ്മളൊരു വലിയൊരു എമൗണ്ട് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് വിൽക്കുകയും വേണം. അതേപോലെ തന്നെ എൻവയോൺമെന്റൽ ഇവാലുവേഷൻ, നമ്മളിപ്പോൾ നോർമലി ഇപ്പോൾ നമ്മുടെ ഒരു റോഡ് പ്രൊജക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ പരിപാടി ചെയ്യും, അത് ഇനീഷ്യൽ എൻവയോൺമെന്റൽ ഇവാലുവേഷൻ, കോംപ്രിഹെൻസീവ് എൻവയോൺമെന്റൽ ഇവാലുവേഷൻ, അതുപോലെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഈ ഒരു ലീഗൽ ബോഡി വന്നതോടുകൂടി അവിടെ ഫിഷിംഗ് ചെയ്യുന്ന ആൾക്കാരും ടൂറിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരും ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ നമുക്ക് അവിടുത്തെ ഒരു ഇമ്പാക്ട്, ഈ ടൂറിസം ഫിഷിംഗ് കൊണ്ടുള്ള ഇമ്പാക്ട് കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ മെയിൻ ആയിട്ട് നമ്മുടെ അന്റാർട്ടിക് ഫിഷറി കൂടുതലായിട്ട് അവർ ക്യാച്ച് ചെയ്യുന്നത് അന്റാർട്ടിക് പെൽസിനെയാണ്. പിന്നെ പെന്റഗോണിയൻ ടൂത്ത് ഫിഷ് എന്ന് പറഞ്ഞൊരു സദൻ ഓഷനിൽ ഒരു ഫിഷ് ഉണ്ട്. അതേപോലെ തന്നെ അന്റാർട്ടിക് ടൂത്ത് ഫിഷ് എന്നുള്ള 2 ടൈപ്പ് ഫിഷ് ഉണ്ട്. ഇവരാണ് ഇപ്പൊ ഈ 3 ഫിഷിനെയാണ് അവർ മെയിൻ ആയിട്ടും ഇപ്പൊ ക്യാച്ച് ചെയ്യുന്നത്. അടുത്തത് പ്രൊട്ടക്ഷൻ ഓഫ് ദി അന്റാർട്ടിക് എൻവയോൺമെന്റ്. നമ്മൾ എങ്ങനെയാണ് അന്റാർട്ടിക്കനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? കാരണം എല്ലാവർക്കും ഒരു ചോദ്യം ഇപ്പം മനസ്സിലുണ്ടായിട്ടാണ്, ഈ അന്റാർട്ടിക്ക എന്ന് പറയുന്നത് ഒരു വലിയ ഭൂഖണ്ഡമാണ്, ഇത് ആരാണ് ഓൺ ചെയ്യുന്നത്, അല്ലെ? ഇപ്പൊ ഈ താഴെ കാണുന്ന ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ അർജന്റീന, അന്റാർട്ടിക്കയോട് ഏറ്റവും അടുത്തുള്ള വെസ്റ്റേൺ അന്റാർട്ടിക്കയോട് അടുത്തുള്ള രാജ്യങ്ങളാണ് അർജന്റീന, ചിലി, അതുപോലെ തന്നെ യുണൈറ്റഡ് കിങ്ഡം. അവരാണ് ലോകം മുഴുവൻ കോളനി സ്ഥാപിച്ച സമയത്തൊക്കെ അവർ ക്ലെയിം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നോർവേക്കാര്, ഓസ്ട്രേലിയ അന്റാർട്ടിക്കയോട് അടുത്തുള്ള ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ, ഫ്രാൻസ്, ന്യൂസിലൻഡ്, ഇവരെല്ലാം ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഈ ക്ലെയിംസ് ആ താഴെ കാണുന്ന പടത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ക്ലെയിം ചെയ്തിട്ടുണ്ട്. പക്ഷെ ചില ക്ലെയിംസ് എല്ലാം ഓവർലാപ്പിംഗ് ആണ്. പിന്നെ കുറെ ഏരിയ അൺക്ലെയിംഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ക്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷെ ഈ സമയത്ത് ഈ അന്റാർട്ടിക് ട്രീറ്റി ഉണ്ടാകുന്ന സമയത്ത് റഷ്യയും US ഇവര് ടെറിട്ടോറിയൽ ക്ലെയിം ചെയ്ത സമയത്ത് റഷ്യയും USA ഒന്നും ആ പിക്ചറിൽ ഇല്ലായിരുന്നു. അവർക്ക് ആ ഒരു ഏരിയനെ പറ്റി വലിയ ധാരണയില്ലായിരുന്നു. അവര് തമ്മിൽ ആ സമയത്ത് നമ്മുടെ കോൾഡ് വാറിന്റെ സമയമായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോഴാണ് ഇവര് ഇതിലോട്ട് വന്നത്. ബാക്കിയുള്ളവരെല്ലാം ക്ലെയിം ചെയ്തു. അപ്പൊ ഇത് കാരണം അന്റാർട്ടിക്ക എന്ന് പറഞ്ഞാൽ പോസിബിലിറ്റീസ് ഓഫ് മിനറൽ റിസോഴ്സസ് ഉണ്ട്, പെട്രോളിയം ഉണ്ട്, നാച്ചുറൽ ഗ്യാസ്, അങ്ങനെ കുറെ റിസോഴ്സസ് നമ്മൾ അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം അമേരിക്കയും നമ്മുടെ റഷ്യയും പിക്ചറിലോട്ട് വന്നു. പിന്നെ അവര് മുൻകൈ എടുത്തിട്ടാണ് നമ്മുടെ അന്റാർട്ടിക് ട്രീറ്റി ഫോം ചെയ്തത്. അന്റാർട്ടിക് ട്രീറ്റിയാണ് ഈ ടെറിട്ടോറിയൽ ക്ലെയിംസ് എല്ലാം ബാൻ ചെയ്തു. ട്രീറ്റി സൈൻ ചെയ്തതോടുകൂടി ട്രീറ്റി നിലവിൽ വന്നത് 1961 ആദ്യ സമയത്ത് 12 രാജ്യങ്ങളാണ് സൈൻ ചെയ്തത്. ഞാൻ ഈ ഫിഗറിൽ കാണുന്ന എല്ലാ രാജ്യങ്ങളും അതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം അന്റാർട്ടിക് ട്രീറ്റിയുടെ ഏരിയ എന്ന് പറയുന്നത് 60 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡാണ്. സൗത്ത് ലാറ്റിറ്റ്യൂഡിനോടപ്പുറമുള്ള ഏരിയ ഫുള്ള്, അതായത് അന്റാർട്ടിക് സർക്കിൾ എന്ന് പറഞ്ഞ ഏരിയ ഫുള്ള് അന്റാർട്ടിക് ട്രീറ്റിയുടെ കൺട്രോളിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടെ ടെറിട്ടോറിയൽ ക്ലെയിംസ് എല്ലാം അവർ ബാൻ ചെയ്തു. ആർക്കും ഇനി അവിടെ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പിന്നെ അതേപോലെ മിലിറ്ററി ആക്ടിവിറ്റീസോ ഒന്നും നടത്താൻ പാടില്ല. അതേപോലെ തന്നെ നമ്മുടെ വെപ്പൺ നിർമ്മിക്കാനോ അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് അവിടെ യൂസ് ചെയ്യാനോ പരീക്ഷണം നടത്താനോ ഒന്നും അവിടെ സാധിക്കുന്നില്ല. അന്റാർട്ടിക് ട്രീറ്റിയുടെ കൺട്രോളിലാണ് ഇത്ര ഏരിയ ഉള്ളത്. പിന്നെ നമുക്ക് അടുത്തായിട്ട് നോക്കാം ഇന്ത്യയുടെ പിന്നെ ഞാൻ ഓൾറെഡി ഇതൊക്കെ മെൻഷൻ ചെയ്തിരുന്നു, നമ്മുടെ അന്റാർട്ടിക് ട്രീറ്റി എന്താണ്, പിന്നെ അതേപോലെ തന്നെ കമ്മീഷൻ ഫോർ ദി കൺസർവേഷൻ ഓഫ് അന്റാർട്ടിക് മറൈൻ ലൈഫ്, അതായത് ഫിഷറീസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഉണ്ടാക്കിയൊരു ജോലിയാണിത്. 1982 നിലവിൽ വന്നു. ഇന്ത്യ നമ്മുടെ CCMLR മെമ്പറാണ്. 1986 തൊട്ട് നമുക്ക് വോട്ടിംഗ് പവർ ഉള്ള കൺട്രിയാണ്. അതേപോലെ തന്നെ അതിനുശേഷം 92 നമ്മുടെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഒരു പ്രോട്ടോകോൾ നിലവിൽ വന്നു അന്റാർട്ടിക് ട്രീറ്റി. ആ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് മാത്രമാണ് ഇപ്പോൾ അന്റാർട്ടിക് 60 ഡിഗ്രി സൗത്ത് കഴിഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ പ്രോട്ടോകോളിന്റെ അണ്ടറിലാണ് വരുന്നത്. അത് പാലിച്ചുകൊണ്ട് മാത്രമാണ് ആൾക്കാർക്ക് അവിടെ റിസർച്ച് ചെയ്യാനോ അതേപോലെ ഫിഷിംഗ് ചെയ്യാനോ അല്ലെങ്കിൽ ടൂറിസത്തിനോ എല്ലാം നമ്മുടെ ഈ അന്റാർട്ടിക് ട്രീറ്റിയുടെ ഈ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് മാത്രമാണ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അടുത്തത് നമുക്ക് ഇന്ത്യയുടെ ഒരു ജേർണി നോക്കാം. ഇന്ത്യ ഇൻ അന്റാർട്ടിക്ക, എ കോണ്ടിനെന്റ് ഓഫ് സയൻസ് ആൻഡ് പീസ്. ഇന്ത്യയുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തത് എന്ന് പറയുകയാണെങ്കിൽ ഒരു
ബ്രീഫായിട്ട് നമുക്ക് ഇതിൽ നോക്കിയാൽ പറ്റും. 81-ലാണ് നമ്മൾ ഫസ്റ്റ് അന്റാർട്ടിക് എക്സ്പെഡിഷൻ, ഒരു സയന്റിഫിക് എക്സ്പെഡിഷൻ എന്ന രീതിക്ക് പോകുന്നത്. പക്ഷെ അതിന് മുമ്പ് 1956 നമ്മുടെ നമ്മുടെ അന്നത്തെ ലീഡേഴ്സ് ഭയങ്കര വിഷണറീസ് ആയിരുന്നു. എസ്പെഷ്യലി നമ്മുടെ ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, പിന്നെ വി കെ കൃഷ്ണമേനോൻ. അത്രയും ലീഡേഴ്സ്, വിഷണറി ആയിട്ട് ലീഡേഴ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം 1956 കൃഷ്ണമേനോൻ എന്ന് പറഞ്ഞ ആള്, അദ്ദേഹം നമ്മുടെ UN അസംബ്ലിയിൽ ഒരു അന്റാർട്ടിക്കയെ പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻ, ഇന്ത്യക്കും അതിൽ അന്റാർട്ടിക് ട്രെറ്റിൽ മെമ്പർഷിപ്പ് വേണം, ഞങ്ങൾക്കും റിസർച്ച് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി എന്തൊക്കെയാണെന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. പക്ഷെ ആ സമയത്ത് നമ്മുടെ മോസ്റ്റ് ഓഫ് ആ അന്റാർട്ടിക് ട്രെറ്റിൽ ഉണ്ടായിരുന്ന ആളുകളെല്ലാം അതിനെ എതിർപ്പ് കാണിച്ചു. ഇന്ത്യക്ക് ഒരു സപ്പോർട്ട് ഉണ്ടായില്ല. പിന്നെ ഇന്ത്യ പിന്നെ ഫൈറ്റ് ചെയ്തു പോകാനായിട്ടുള്ള കുറെ കാര്യങ്ങൾ വേറെ ആരെ അറിയിക്കാതെ പോകാൻ ട്രൈ ചെയ്തു. പക്ഷെ അതൊന്നും അങ്ങനെ നമുക്ക് ആ സമയത്തുള്ള ലോജിസ്റ്റിക് കൺസ്ട്രെയിൻസ് കൊണ്ട് അത് അത്രയ്ക്ക് അങ്ങോട്ട് ആ സമയത്ത് നടന്നില്ല. പക്ഷെ അതിനുശേഷം ഒരു നമുക്ക് റഷ്യയുടെ ഒരു സപ്പോർട്ട് ഉണ്ട്. 1980s സമയത്ത് 1980s റഷ്യ നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. ഇപ്പോഴും റഷ്യക്കാരുമായിട്ടുള്ള നമ്മുടെ സപ്പോർട്ട് ഇന്നും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. റഷ്യയുടെ സപ്പോർട്ടോടു കൂടിയാണ് നമ്മൾ ഫസ്റ്റ് 81-ല് നമ്മളവിടെ പോയത്. അതിനുശേഷം നമ്മൾ 83-ല് നമ്മുടെ ഫസ്റ്റ് സ്റ്റേഷൻ സൈൻ ചെയ്തു, എസ്റ്റാബ്ലിഷ് ചെയ്തു, ദക്ഷിൺ ഗംഗോത്രി എന്നുള്ള സ്റ്റേഷൻ. ആ സ്റ്റേഷൻ ഇന്ത്യയുടെ ഫസ്റ്റ് അന്റാർട്ടിക് റിസർച്ച് സ്റ്റേഷൻ ആയിരുന്നു. അത് 1990 വരെ ഓപ്പറേഷനിലായിരുന്നു. പക്ഷെ നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ അത് നമ്മുടെ ഐസിന്റെ മുകളിലാണ് നമ്മൾ ദക്ഷിൺ ഗംഗോത്രി എന്നുള്ള സ്റ്റേഷൻ ബിൽഡ് ചെയ്തത്. അപ്പോൾ ഗ്രാജുവലി നമ്മുടെ ഐസ് മൂവ്മെന്റ്, പിന്നെ എന്താ ഹെവി ആയിട്ടുള്ള സ്നോഫോൾ, ഇതൊക്കെ കൊണ്ടിട്ട് നമുക്കത് ആ സ്റ്റേഷൻ അധികം നാൾ സസ്റ്റെയിൻ ചെയ്തില്ല. വെറും 7 വർഷമാണ് അതിന് ആയുസ് ഉണ്ടായിരുന്നു. പിന്നെ അത് മഞ്ഞിൻ്റെ ഉള്ളിലോട്ട് താന്നുപോയി. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം കണ്ടതുകൊണ്ട് നമ്മൾ അതിനു മുമ്പ് തന്നെ അടുത്തൊരു നമ്മുടെ ദക്ഷിൺ ഗംഗോത്രി എന്നുള്ള സ്റ്റേഷനോട് ചേർന്നിട്ടൊരു ഐസ് ഫ്രീ ഏരിയ ഉണ്ട്. ഒരു ഷിമാർക്ക് ഒയാസിസ് എന്നാണ് ആ ഒയാസിസിന്റെ പേര്. ഒരു ഒയാസിസ് എന്ന് പറയാൻ കാരണം നമ്മൾ മരുഭൂമിയിലെ മരീചിക എന്ന് പറയില്ല, വെള്ളം, മരുഭൂമിയിൽ വെള്ളത്തിന്റെ ഒരു അല്ലെങ്കിൽ ഒരു ജലാശയം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതേപോലെയാണ് നമ്മുടെ അന്റാർട്ടിക്കയിൽ ഐസിന്റെ ഏരിയയിൽ ഐസ് ഇല്ലാത്തൊരു സ്ഥലം കണ്ടുപിടിക്കുക. അതുകൊണ്ടാണ് ഷിമാർക്ക് ഒയാസിസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഏരിയയിൽ നമ്മൾ ചൂസ് ചെയ്തു. റോക്കാണ് ആ ഏരിയ ടെറൈൻ ഫുള്ള്. അവിടെ നമ്മൾ രണ്ടാമത്തെ മൈത്രി എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ ബിൽഡ് ചെയ്തു. അപ്പൊ മൈത്രി സ്റ്റേഷൻ 89 തൊട്ട് ഫംഗ്ഷനിലാണ്, ഇപ്പോഴും ഓപ്പറേഷനിലാണ്. പക്ഷെ ഇപ്പൊ ചെറിയ കാലപ്പഴക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ മൈത്രി 2 എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ രാജ്യസഭയില് നമ്മുടെ ലോകസഭയിൽ അതിന് അംഗീകാരം കിട്ടിയിട്ടുണ്ട്. ഏകദേശം 29-ല് മൈത്രി 2-ന്റെ ഓപ്പറേഷൻ, അതായത് പണികളൊക്കെ തുടങ്ങാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു 35-ലോ അല്ലെങ്കിൽ 36-ലോ പുതിയ സ്റ്റേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് ഇപ്പോൾ നമ്മുടെ മിനിസ്ട്രിയുടെ തീരുമാനം. പിന്നെ നമ്മുടെ മൂന്നാമത്തെ സ്റ്റേഷൻ ഭാരതി എന്ന് പറയാം, ഭാരതി സ്റ്റേഷനാണ്. ഭാരതി സ്റ്റേഷനിൽ അതൊരു മോഡേൺ ആയിട്ടുള്ള സ്റ്റേഷനാണ്. 2012-ലാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. അത് നമ്മുടെ ജർമ്മൻ ടെക്നോളജി വെച്ചിട്ടാണ് അത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അവിടെ നമുക്ക് സോളാർ പാനലുണ്ട്. അപ്പൊ റീയൂസബിൾ ഗ്രീൻ എനർജി യൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കൂടി അവിടെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇപ്പോഴും നമുക്ക് ഫുള്ളായിട്ട് ഈ സൺലൈറ്റ് ഹാർവെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ അവിടെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കറിയാം അന്റാർട്ടിക്കയിൽ 6 മാസം ഫുള്ള് ഡാർക്ക് ആയിരിക്കും, 6 മാസം ഫുള്ള് ലൈറ്റ് ആയിരിക്കും. പിന്നെ അവിടുത്തെ ക്ലൈമറ്റിന്റെ പ്രത്യേകത കൊണ്ടും ഗ്രീൻ എനർജിയിലോട്ട് ഫുള്ളായിട്ട് പോകാനായിട്ട് ഇതുവരെ നമുക്ക് സാധിച്ചിട്ടില്ല. പക്ഷെ ഭാരതിയിൽ പാർഷ്യലി നമ്മൾ ഗ്രീൻ എനർജിയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ മൈത്രി ഇപ്പോഴും കൺവെൻഷനലി നമ്മൾ ഡീസൽ പവേർഡ് ഫ്യൂവൽസ് ഉപയോഗിച്ചിട്ടാണ് മൈത്രി ഫങ്ഷൻ ചെയ്യുന്നത്. പിന്നെ മെയിനായിട്ട് നമ്മുടെ മൈത്രിയിൽ നമ്മുടെ ഇന്ത്യയുടെ ഫോക്കസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന ഡിസിപ്ലിൻസ് ആണ്. മെയിനായിട്ട് അറ്റ്മോസ്ഫറിക് സയൻസിൽ വർക്ക് ചെയ്യുന്നുണ്ട് ആൾക്കാർ. പിന്നെ ബയോളജിക്കൽ സയൻസ്, എർത്ത് ആൻഡ് എൻവയോൺമെന്റൽ സയൻസ്, കെമിക്കൽ സയൻസ്, മെഡിക്കൽ സയൻസിലും വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ കീ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ് എന്ന് വെച്ചാൽ ക്ലൈമറ്റ് ചേഞ്ചിന്റെ മോണിറ്ററിങ്, എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്, എൻവയോൺമെന്റൽ മോണിറ്ററിങ്, പിന്നെ ഓഷനോഗ്രാഫി, ജിയോളജി, മീഷിയോളജി, ബയോഡൈവേഴ്സിറ്റി സ്റ്റഡീസ്, ഇതൊക്കെയാണ് കൂടുതലും നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യുന്ന ഏരിയ. ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ഫസ്റ്റ് എക്സ്പെഡിഷൻ സ്റ്റാർട്ട് ചെയ്ത് 81-ലാണ്. ഇതുവരെ നമ്മൾ 44 എക്സ്പെഡിഷൻ കണ്ടിന്യൂ ചെയ്തു. ഇപ്പൊ നമ്മുടെ 45th എക്സ്പെഡിഷൻ ഓൺഗോയിങ് ആണ്. അടുത്ത 46 എക്സ്പെഡിഷൻ അടുത്ത നമ്മുടെ ഒക്ടോബറിൽ ലോഞ്ച് ചെയ്യാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്.
പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇന്ത്യ അന്റാർട്ടിക് ട്രീറ്റിയുടെ ഒരു കൺസൾട്ടേറ്റീവ് പാർട്ടിയാണ്. നമുക്ക് വോട്ടിംഗ് പവർ ഉണ്ട്, ഡിസിഷൻ മേക്കിങ്ങിനൊക്കെയുള്ള പവർ ഉണ്ട്. അതിന്റെ ഫലമായിട്ട് ATCMന്റെ 2024 ATCM നമ്മളാണ് ഹോസ്റ്റ് ചെയ്തത്. നമ്മുടെ കേരളത്തിലായിരുന്നു ഹോസ്റ്റ് ചെയ്തത്, കൊച്ചിയിൽ. അപ്പൊ ഇപ്പോഴത്തെ അന്റാർട്ടിക് ട്രീറ്റിയുടെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് നമ്മുടെ NCPR സയന്റിസ്റ്റ് ആണ്, നമ്മുടെ ഡോക്ടർ സൈലീൻ എന്ന ആളാണ്. അദ്ദേഹമാണ് അതിന്റെ വൈസ് ചെയർ. അതേപോലെ കമ്മിറ്റി ഫോർ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞൊരു ബോഡി ഉണ്ട് അന്റാർട്ടിക് ട്രീറ്റി സിസ്റ്റത്തിന്. അതിന്റെ വൈസ് ചെയർ നമ്മുടെ ഇന്ത്യക്കാരനാണ്. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എന്റെ കൊളീഗായിട്ടുള്ള ഡോക്ടർ അനൂപ് കുമാർ തീവരിയാണ് നമ്മുടെ കമ്മിറ്റി ഫോർ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന്റെ വൈസ് ചെയർ. അപ്പൊ നമുക്ക് വോട്ടിംഗ് പവർ ഉണ്ട്, തീരുമാനങ്ങൾ എടുക്കാനുള്ള പവർ എല്ലാം അന്റാർട്ടിക് ട്രീറ്റിയിലായാലും CCMLR ആയാലും എല്ലാ ബോഡീസിനും നമുക്ക് പവർ ഉണ്ട്. പിന്നെ നമ്മുടെ ഒരു ഇന്ത്യൻ അന്റാർട്ടിക് ആക്ട് 2022 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവിടുത്തെ ഒരു എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനെ എയിം ചെയ്തുകൊണ്ടൊരു ആക്ട് പാസ്സാക്കിയിട്ടുണ്ട്. അതായത് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ആര് അന്റാർട്ടിക്കിൽ പോയാലും, അതിപ്പോ റിസർച്ചർ ആയിക്കോട്ടെ, ടൂറിസത്തിന് പോകുന്നവരായിക്കോട്ടെ, അതേപോലെ തന്നെ ഫിഷിങ്ങിന് പോകുന്നവരായിക്കോട്ടെ, ഇവരെല്ലാം ഈ അന്റാർട്ടിക് ആക്ട് ബാധകമാണ്. അതുപോലെ തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറച്ച് റൂൾസ് ഇന്ത്യൻ അന്റാർട്ടിക് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ റൂൾസ് എന്ന് പറഞ്ഞാൽ 2023 സപ്പോർട്ടിങ് ചെയ്യാനായിട്ട് കുറച്ച് റൂൾസും നമ്മുടെ പാർലമെന്റ് പാസ്സാക്കിയിട്ടുണ്ട്. അത് ഇന്ത്യയുടെ ഫസ്റ്റ് ഡൊമസ്റ്റിക് ലെജിസ്ലേഷൻ ആണ് ഫോർ അന്റാർട്ടിക്ക, എസ്പെഷ്യലി ഫോർ അന്റാർട്ടിക്ക. അപ്പോ പിന്നെ 2 കോർട്ട്, ഡെസിഗ്നേറ്റഡ് കോർട്ട്, അന്റാർട്ടിക് റിലേറ്റഡ് എന്തെങ്കിലും ഡിസ്പ്യൂട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന് 2 ഡെസിഗ്നേറ്റഡ് കോർട്ട് അസൈൻ ചെയ്തിട്ടുണ്ട്. ഒരു കോർട്ടുള്ളത് നമ്മുടെ NCPR സിറ്റുവേറ്റ് ചെയ്യുന്ന ഗോവയിലാണ്, പഞ്ചിമിലാണ് ആ കോർട്ടുള്ളത്. വേറൊരു കോർട്ടുള്ളത് നമ്മുടെ സാകേത്, ഡൽഹിയിലാണ്. ഈ 2 കോർട്ടും മെയിനായിട്ട് അന്റാർട്ടിക്ക റിലേറ്റഡ് എന്തെങ്കിലും ഡിസ്പ്യൂട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഹാൻഡിൽ ചെയ്യാനാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുക എന്തൊക്കെയാണ് ഈ ഡിസ്പ്യൂട്ട് വരാൻ ചാൻസസ് ഉള്ളത്. കാരണം ഇതിനായിട്ട് വേസ്റ്റ് മാനേജ്മെന്റ് ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോട്ടോകോളാണ്. അതുപോലെ തന്നെ അവിടെ എന്തെങ്കിലും ക്രൈം നടന്നിട്ടുണ്ട് അതെല്ലാം ഇന്ത്യൻ നമ്മുടെ ഈ 2 കോർട്ടിന്റെ ജുഡീഷ്യറിയിലാണ് വരിക. പിന്നെ നമ്മൾ അവിടെ എന്തെങ്കിലും രീതിക്കുള്ള മിലിറ്ററി വെപ്പൺസ് യൂസ് ചെയ്യാനായിട്ടുള്ള പ്രൊഹിബിറ്റഡ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ ബേർഡ്സുമായിട്ട്, അതായത് വൈൽഡ് ലൈഫിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് പണിഷബിൾ ഓഫൻസ് ആണ്. അപ്പൊ അതായത് ഈ ആക്ട് പ്രകാരം നമുക്കൊരു 6 മീറ്റർ ദൂരപരിധി നിന്നുകൊണ്ട് മാത്രമാണ് ആനിമൽസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അൺലെസ് ഇപ്പൊ നിങ്ങൾക്കൊരു റിസർച്ചർ ആണ്, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഓരോ പ്രാവശ്യം പോകുമ്പോൾ നമ്മൾ പെർമിഷൻ എടുക്കണം. പെർമിഷൻ എടുക്കാനായിട്ട് നമ്മളൊരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക, 2-3 ഫോം ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ആ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് സയന്റിഫിക് റിസർച്ചിന് വേണ്ടിയിട്ട് ഇന്ന ഏരിയയിൽ നമുക്ക് പോകണം, ഇന്ന ബേർഡ്സുമായിട്ട് ഇന്ററാക്ഷൻ ഉണ്ടാവും, അവരെ സ്പെസിഫിക് ഇല്ലെങ്കിൽ സാമ്പിൾ കളക്ട് ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു കമ്മിറ്റി നമുക്ക് പെർമിഷൻ തന്നാൽ മാത്രമാണ് നമുക്ക് ബേർഡ്സിന്റെ അടുത്ത് പോയി കാണാൻ പറ്റില്ല. അതർവൈസ് നമ്മളൊരു 6 മീറ്റർ അതിൽ നിന്ന് മാത്രമാണ് ഇവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പാടുള്ളൂ. ബാക്കി നമ്മളവിടെ വാട്ടർ, അവിടെയുള്ള ഐസ് ആയിക്കോട്ടെ, വാട്ടർ ആയിക്കോട്ടെ, ബാക്കി എന്ത് ടെറൈൻ ആയിക്കോട്ടെ, അതെല്ലാം പ്രൊട്ടക്റ്റഡ് ആണ്. അവിടെ നമുക്ക് അന്റാർട്ടിക്കിൽ പോകുന്ന ആൾക്കാർക്ക് അവിടെ നിന്നൊരു വിത്തൗട്ട് പെർമിഷൻ നമുക്ക് ഒന്നും അവിടെ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റില്ല. ഈവൻ ഞാൻ ചെയ്യുന്ന വർക്ക് എന്ന് വെച്ചിട്ട് മെയിനായിട്ട് എൻവയോൺമെന്റൽ മോണിറ്ററിംഗ് ആണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് വാട്ടർ സാമ്പിൾ കളക്ട് ചെയ്യണം, സെഡിമെന്റ് കളക്ട് ചെയ്യണം, ഫ്രഷ് സ്നോ കളക്ട് ചെയ്യണം, ഐസ് സ്കോർ കളക്ട് ചെയ്യണം. അങ്ങനെ ഡിഫറെന്റ് എൻവയോൺമെന്റൽ മെട്രിക്സ് നമ്മൾ സാമ്പിളിംഗ് ഉണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടുന്ന് കളക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിന്റെ ഫസ്റ്റ് എക്സ്പെഡിഷൻ സമയത്ത് എടുത്ത ഫോട്ടോയാണ് മൈത്രി സ്റ്റേഷന് മുമ്പിൽ വന്നിട്ടുള്ള ഫോട്ടോ. ഇതാണ് നമ്മുടെ മൈത്രി സ്റ്റേഷൻ. ഇതൊരു ഹിസ്റ്റോറിക് ബിൽഡിംഗ് ആണ്. 83 ഒരുപാട് പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാർ താമസിച്ച ഒരു സ്ഥലത്ത് നമ്മുടെ കേരളത്തിന്റെ ഒരു ചെറിയ ടൗണിൽ നിന്നുള്ള ഒരാള് പോയി എന്നുള്ളതിനെ സംബന്ധിച്ചൊരു സ്വപ്നതുല്യമായ ഒരു അവസ്ഥയാണ്. പിന്നെ അവിടുത്തെ ലൈഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുള്ളി ഐസൊലേറ്റഡ് ആണ്. നമ്മുടെ ഒരു ചെറിയ നമുക്ക് തൊട്ടടുത്തുള്ള ഒരു സ്റ്റേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ 4 കിലോമീറ്റർ മാറിയിട്ട് റഷ്യൻ സ്റ്റേഷൻ ഉണ്ട്. അവിടെ ലിമിറ്റഡ് നമ്പർ ഓഫ് ആളുകളെ ഉള്ളൂ സമ്മർ ടൈമിൽ, ഒരു മാക്സിമം ഒരു 40 പേര്. പിന്നെ നമ്മുടെ സ്റ്റേഷനിലുള്ള ഒരു സമ്മർ ടൈമിൽ നമ്മൾ ഒരു 40-45 ഒരു 50 പേരാണ് മാക്സിമം പോപ്പുലേഷൻ അവിടെ വരാറുള്ളത്. അപ്പൊ നമ്മൾ എക്സ്ട്രീം ഐസൊലേഷൻ ആണ്. പിന്നെ നമ്മുടെ ടീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടീം ലീഡർ ആയിട്ട് ഒരാളുണ്ട്. എനിക്ക് ഏറ്റവും മോസ്റ്റ് സീനിയർ ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആയിരിക്കും. ഭൂരിഭാഗം സമയത്ത് നമ്മുടെ ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ സയന്റിസ്റ്റ് ആയിരിക്കും വരാറ്. അതല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിയോ മാഗ്നറ്റിസം, അതേപോലെ തന്നെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, പിന്നെ സർവേ ഓഫ് ഇന്ത്യ, ഇതേപോലെ ഇന്ത്യയിലെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഓർഗനൈസേഷനിലാണ് ടീം ലീഡറിനെ സെലക്ട് ചെയ്യാറുള്ളത്. പിന്നെ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള 2 മെഡിക്കൽ ഓഫീസേഴ്സ് ഉണ്ടായിരിക്കും. ഞാൻ പറയുന്നത് മൈത്രിയുടെ കാര്യമാണ്.
ഒരു ടീം ലീഡർ ഉണ്ടാവും, പിന്നെ നമുക്ക് 2 മെഡിക്കൽ ഓഫീസ് ഡോക്ടേഴ്സ് ഉണ്ടാവും, പിന്നെ ഒരു നേഴ്സ് ഉണ്ടാവും, പിന്നെ ബാക്കി നമ്മുടെ ക്രൂസ്, അതായത് സ്റ്റേഷൻ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള ഒരു 10-15 ആളുകൾ എഞ്ചിനീയർമാരായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. അത് എഞ്ചിനീയർമാരെ സെലക്ട് ചെയ്യുന്നത് നമ്മൾ കൂടുതലും ആർമിയിലുള്ളവരാണ്. ആർമിയിൽ നിന്ന് വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത ആൾക്കാർക്ക് ഉണ്ടാവില്ല. അപ്പൊ അവർക്കാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. കാരണം അവർ എക്സ്ട്രീം കണ്ടീഷനിൽ സർവൈവ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഇപ്പോൾ ഈ ആർമിക്കാർക്കായിരിക്കും കൂടുതൽ ഉണ്ടാവുക. അതുകൊണ്ട് അവരെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യാനുള്ളത്. എന്നാലും ഇപ്പോൾ നമ്മുടെ സാധാരണക്കാർക്കും അന്റാർട്ടിക്കയിൽ പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് കമ്മ്യൂണിക്കേഷൻ ഓഫീസർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്. അതായത് നമ്മുടെ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഹാൻഡിൽ ചെയ്യുക, പിന്നെ നമ്മുടെ ഷിപ്പ് നമ്മുടെ സ്റ്റേഷനിലോട്ട് വേണ്ട സാധനങ്ങൾ എല്ലാം എത്തിക്കുന്ന സമയത്ത് ഷിപ്പിന്റെ ക്യാപ്റ്റനെ കോൺടാക്ട് ചെയ്യുക, പിന്നെ ഹെലി ഓപ്പറേഷൻസ് ഉണ്ടാവും. നമ്മളിപ്പോൾ ഫീൽഡ് പോകണമെങ്കിൽ നമുക്ക് റിമോട്ട് ഏരിയയിൽ ഫീൽഡ് പോകണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഹെലികോപ്റ്ററിലായിരിക്കും പോവുക. ആ സമയത്തൊക്കെ കമ്മ്യൂണിക്കേഷൻ ഓഫീസർ ആയിരിക്കും ഇതിന് ഫുൾ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കുക. ആൾക്കാർ സേഫ് ആയിട്ട് അവിടെ എത്തിയോ തിരിച്ചു വന്നോ, ഏത് സമയത്ത് വരെ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് സപ്പോർട്ടിംഗ് സിസ്റ്റം ആയിട്ട് ഇതെല്ലാം കമ്മ്യൂണിക്കേഷൻ ഓഫീസർ ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ ആ പോസ്റ്റിൽ നമ്മളെ ഈ പ്രാവശ്യം വർക്ക് ചെയ്യുന്ന നമ്മുടെ മാവേലിക്കരക്കാരനായിട്ടുള്ള ഒരു ചങ്ങാതിയാണ്. അദ്ദേഹത്തിന്റെ പേര് ഡെനി എന്നാണ്. അദ്ദേഹം മലയാളിയാണ്. അദ്ദേഹമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും ഇതുപോലെ കമ്മ്യൂണിക്കേഷൻ ആ ഒരു ഏരിയയിൽ ഡിപ്ലോമ കോഴ്സോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സോ എഞ്ചിനീയറിംഗോ ഒക്കെ ഉള്ളവർക്ക് നമ്മളിവിടെ അഡ്വർടൈസ്മെന്റ് ഇടുമ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് അവിടെ നമുക്ക് ക്ലീനിങ് സ്റ്റാഫുകൾ ആരുമില്ല നമ്മുടെ സ്റ്റേഷനിൽ. അപ്പൊ നമ്മൾ ഷെയർഡ് ഡ്യൂട്ടിയാണ്. ഇപ്പോൾ സയന്റിസ്റ്റ്, സീനിയർ മോസ്റ്റ് സയന്റിസ്റ്റ് ആയാലും നമ്മുടെ അവിടെ വരുന്ന എഞ്ചിനീയർമാരാണെങ്കിലും ഡോക്ടർമാരാണെങ്കിലും എല്ലാവർക്കും ഷെയർഡ് റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ നമ്മൾ സ്റ്റേഷൻ ക്ലീനിങ്, പിന്നെ നമ്മുടെ ഷെഫുണ്ട്, ഷെഫിനെ ഹെൽപ്പ് ചെയ്യുക, ഇതെല്ലാം നമ്മൾ ഓരോ ദിവസവും റൊട്ടേഷൻ ചെയ്തിട്ട് ആൾക്കാർ മാറി മാറി അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ മൈത്രിയിൽ നമുക്ക് ഡ്രൈ ടോയ്ലറ്റ് ആണുള്ളത്. അതൊരു വലിയ ചലഞ്ചായിരുന്നു എന്നെ സംബന്ധിച്ച്. ഫസ്റ്റ് ടൈം പോകുമ്പോൾ നമുക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഹ്യൂമൻ വേസ്റ്റസ് അവിടെ, എസ്പെഷ്യലി നമ്മുടെ ഓർഗാനിക് വേസ്റ്റസ്, പിന്നെ ഹ്യൂമൻ വേസ്റ്റ് വരുന്നതല്ല നമ്മളവിടെ ഇൻസിനറേറ്റർ ഉണ്ട് കോമൺ ആയിട്ട്. ആ ഇൻസിനറേറ്ററിൽ കത്തിച്ചിട്ട് ചാരാക്കിയിട്ടാണ് ആഷാണ് നമ്മൾ തിരിച്ച് മെയിൻ ലാൻഡിലോട്ട് കൊണ്ടുവരുന്നത്. പിന്നെ നമ്മുടെ സ്റ്റേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് കുറെ ആൾക്കാരോട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. പിന്നെ കൂടെ കുറെ കാര്യങ്ങൾ, പുതിയതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ പോകുന്നത് ഒരു സയൻസ് ബേസ്ഡ് ആണ്. അപ്പൊ നമുക്ക് വേറെ ബാക്കിയുള്ള നമ്മുടെ സയൻസ് മാത്രമല്ല, നമ്മൾ ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യേണ്ട ഡ്യൂട്ടി ഉണ്ട് നമുക്ക്. ബാക്കിയുള്ള ഇപ്പോൾ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ അവരുടെ സർവേ എന്ന് പറഞ്ഞ ഒരു പ്രോസസ് ആയിരിക്കും ഉള്ളത്, ചെയ്യാനുള്ളത്. അപ്പൊ അവർക്ക് കൂടുതൽ മാൻ പവർ വേണ്ടി വരും. അപ്പൊ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ പോകും. അപ്പൊ നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാം. അതേപോലെ തന്നെ ഡോക്ടർമാരുമായിട്ട് ഇന്ററാക്ഷൻ വരും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കാം. പിന്നെ അവിടെയുള്ള സ്റ്റേഷൻ എഞ്ചിനീയർമാരുണ്ടായിരിക്കും. അത് പിന്നെ ചെറിയ ചെറിയ എന്താണ് നമ്മുടെ എന്തായാലും പറയാം, ഇലക്ട്രീഷ്യൻ ഉണ്ട്, പ്ലംബർ ഉണ്ട്, അങ്ങനെ പല പല വെറൈറ്റി ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു ഷോർട്ട് പീരീഡ് കൊണ്ട് നമുക്ക് കുറേയധികം പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ, പഠിക്കാനൊരു ചാൻസസ് ആണ് ഈ മൈത്രി സ്റ്റേഷനിലുള്ളത്. പിന്നെ നമ്മളവിടെ എല്ലാ ഫെസ്റ്റിവലും ആഘോഷിക്കാറുണ്ട്. ലാസ്റ്റ് ടൈം നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കും, ന്യൂ ഇയർ, പിന്നെ ആരുടെയും ബർത്ത്ഡേ സെലിബ്രേഷൻസ്, എല്ലാത്തിനും നമ്മളവിടെ ആഘോഷിക്കും. ആൾക്കാർ നമ്മൾ ഇന്ററാക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു ഐസൊലേഷനിലാണെങ്കിലും നമ്മളെല്ലാവരോടും ഇന്ററാക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു ഡിപ്രഷൻ, ഇപ്പോഴത്തെ കാലത്ത് പറയുന്നത് ഡിപ്രഷൻ ഫീൽ ചെയ്യാതെ നമുക്ക് പോകാനായിട്ട് പറ്റും. ടീം ബോണ്ടിങ് ഉണ്ടാക്കുക, അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത്, സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് എവറി സ്റ്റെപ്പ് അവിടെ ഭയങ്കര ഡേഞ്ചറാണ്. നമ്മളെല്ലാ ഈച്ച് സ്റ്റെപ്പ് വെക്കുമ്പോൾ നമ്മൾ ഭയങ്കര കോഷ്യസ് ആയിരിക്കും. കാരണം നമ്മൾ ഐസിന്റെ മുകളിൽ കൂടെ നടക്കുന്ന സമയത്ത് എപ്പോഴായാലും ഈ ക്രെവാസസ്, ഐസിന്റെ ബ്രേക്കേജ് ഉണ്ടാവും. ചിലപ്പോൾ ഐസ് ഷീറ്റാണ്. പക്ഷെ പ്രത്യേകിച്ച് സമ്മർ ടൈമിൽ, ഞങ്ങൾ പോകുന്ന സമ്മർ ടൈമിൽ 4 മാസം കണ്ടിന്യൂസ് സൺലൈറ്റ് ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് മെൽറ്റിംഗ് കൂടുതലായിട്ടുണ്ടാവും. അപ്പൊ ഈ ഐസ് ബ്രേക്ക് ചെയ്ത് ചിലപ്പോൾ താന്നു പോവാം, ഇടയിലോട്ട് പോവാം, അങ്ങനത്തെ കുറെ ഇതുണ്ടാവും. അപ്പൊ നമ്മൾ എപ്പോൾ പുറത്തിറങ്ങിയാലും നമുക്ക് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം, നമ്മുടെ വീട്ടിലാണ് എന്താണ്, നേരെ ചെരുപ്പിടുക, എഴുന്നേറ്റ് പോവുക, ടോയ്ലറ്റിൽ പോവുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ആദ്യം എഴുന്നേറ്റ് നമ്മൾ ചെയ്യുന്നത് 2 പെയർ സോക്സ് ഇടുക എന്നുള്ളതാണ് കാര്യം. അതിനുശേഷം നമ്മൾ തെർമൽ ഇന്നർ ഇടുക, അതിനുശേഷം ഒരു മിഡിൽ ലെയർ ഇടുക, അതിനുശേഷം ജാക്കറ്റ് ഇടുക, അതിനുശേഷം ഷൂസ് ഇടുക. എന്നിട്ട് മാത്രമേ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ടോയ്ലറ്റ് നോക്കിലോട്ട് പോകണമെങ്കിൽ നമ്മൾ പുറത്തിറങ്ങിയിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ എല്ലാ സ്റ്റെപ്പും നമ്മൾ ശ്രദ്ധിച്ചു വെക്കുക. പിന്നെ
എക്സ്ട്രീം ഡേഞ്ചർ ആണ്. എപ്പോഴും നമ്മൾ പുറത്തു പോകുമ്പോൾ നമ്മളെ ഒരു ബഡ്ഡി പെയർ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാണെന്ന് പറയാം. നമ്മൾ മിനിമം ഒരു 3-4 പേരിലാണ് നമുക്ക് ഫീൽഡ് പോകാനുള്ള പെർമിഷൻ അവിടെ നിന്ന് കിട്ടില്ല. പിന്നെ സേഫ്റ്റി പ്രോട്ടോകോൾസ് ഉണ്ട്. നമ്മൾ ഓരോ സ്റ്റേഷനും സേഫ്റ്റി പ്രോട്ടോകോൾ, എൻവയോൺമെന്റ് പ്രോട്ടോകോൾ, ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് ബ്രീഫിംഗ് തരും. അതെല്ലാം പാലിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് അവിടെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇത് നമ്മുടെ സാമ്പിളിംഗ് ടൈമിൽ ഒരു നമ്മുടെ ഒരു സഹയാത്രികനായിട്ട് വന്ന അദ്ദേഹമാണ് നമ്മുടെ സ്കൂവ എന്ന് പറഞ്ഞൊരു ബേർഡ്. ഇവര് ഭയങ്കര ക്യൂരിയസ് ആണ് അവിടെയുള്ള ഈ എൻഡമിക് ആയിട്ടുള്ള സ്പീഷീസ്, എസ്പെഷ്യലി സ്കൂവാസ്, അതേപോലെ തന്നെ പെൻഗ്വിൻസ്. കാരണം ഇവര് അവിടുത്തെ ഓണേഴ്സ് ആണല്ലോ. അപ്പൊ അവരെ ചിന്ത നമ്മൾ എന്തോ ഏലിയൻസ് വന്നിട്ട് ഇവരെന്താണ് ഇവിടെ ചെയ്യുന്നത് എന്നുള്ള രീതിക്ക് ഇവര് നമ്മളെ എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് പെൻഗ്വിൻസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാൻ. പക്ഷെ ഇവരൊരു അവർക്ക് അറിയാം നമ്മളൊരു പ്രെഡേറ്റർ അല്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ഇവര് നമ്മുടെ അടുത്ത് എന്താ നമ്മളെ കണ്ടാലല്ലോ ഇവര് ഓടിപ്പോകത്തോ അങ്ങനത്തെ ഇതൊന്നുമില്ല. അവരവിടെ സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് നിൽക്കും. ഇപ്പൊ ഞാൻ ലാസ്റ്റ് ടൈം പോയ സമയത്ത് നമ്മൾ ഐ ഷെൽഫിൽ പോയ സാമ്പിളിങ്ങിന് വേണ്ടി പോയ സമയത്ത് 4 പെൻഗ്വിൻസ് വരികയാണ്. അവരിങ്ങനെ ഇടയ്ക്കിങ്ങനെ ഗ്രൂപ്പല്ലാതെ ഈ സമ്മർ ടൈമിൽ ഇങ്ങനെ റോം ചെയ്യാനായിട്ട് ഇറങ്ങും. അപ്പൊ ഞങ്ങളെ കണ്ടപ്പോൾ ഞങ്ങൾ നമ്മുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാട്ടർ സാമ്പിൾസ് ഉണ്ട്, സെഡിമെന്റ് ഉണ്ട്, സോയിൽ, അങ്ങനെ എല്ലാം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവര് അടുത്തടുത്ത് നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് വന്നു. പക്ഷെ ആസ് പെർ റൂൾ നമുക്ക് അവിടുന്ന് മാറിപ്പോകണം. പക്ഷെ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേന് ഇവർ നമ്മുടെ അടുത്ത് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ അവർ ഭയങ്കര ക്ലോസ് ആയിട്ട് വന്നു. ആ സമയത്ത് കുറച്ച് നല്ല ഫോട്ടോഗ്രാഫ്സ് ഒക്കെ എടുക്കാൻ പറ്റി. അപ്പൊ അങ്ങനെയാണ് അവരൊരു ബിഹേവിയർ. അവർ ഭയങ്കര ക്യൂരിയസ് ആണ്. പിന്നെ ഇത് കുറച്ച് ഫോട്ടോസ് ആണ് അറോറ. ഈ പ്രാവശ്യം സാധാരണ നമ്മൾ സമ്മർ ടൈമിൽ പോകുന്നത് കൊണ്ട് സൺലൈറ്റ് ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് അറോറ സൈറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്. അറോറ മിക്കവാറും ഉണ്ടാവാറുള്ളത് വിന്റർ ടൈമിലാണ്. പക്ഷെ ഈ പ്രാവശ്യം ഞാൻ എൻ്റെ 3rd എക്സ്പെഡിഷൻ ആയിരുന്നു. എക്സ്പെഡിഷന് ഞാൻ ഒരു 120 ഡേയ്സ് അറൗണ്ട് ഞാൻ മൈത്രിയിൽ ഉണ്ടായിരുന്നു. അപ്പത്തേനും ലാസ്റ്റ് ഫെബ്രുവരി ടൈം ആകുമ്പോഴത്തേനും നമ്മുടെ സമ്മർ കഴിയും. പിന്നെ പതുക്കെ സൺ സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇനീഷ്യലി ഒരു 1 hour ആയിരിക്കും സൺസെറ്റ്. രാത്രി 11 മണിക്ക് സൺസെറ്റ് ആയ 12 മണിക്ക് വീണ്ടും സൺറൈസ് ഉണ്ടാവും. അപ്പൊ നമുക്കത് ഭയങ്കര ഒരു അത്ഭുതമാണ്. ഇത് സൺ പെട്ടെന്ന് പോവുക, നമ്മുടെ സ്റ്റേഷന്റെ പുറകിൽ ഇങ്ങനെ സെറ്റ് ആവും. അതിനുശേഷം 1 മണിക്കൂർ കഴിയുമ്പോൾ ഇപ്പുറ സൈഡിൽ പൊങ്ങി വരിക, പിന്നെ നമ്മളെ ഫുൾ ഇങ്ങനെ ചുറ്റി അടക്കുക. അതൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. അപ്പൊ അങ്ങനത്തെ എന്തായാലും ഫെബ്രുവരി ടൈം ആയതുകൊണ്ട് സൺസെറ്റിന്റെ ഒരു ഗ്യാപ്പിൽ 1 മണിക്കൂറൊക്കെ ആവുമ്പോൾ നല്ല അത്യാവശ്യം ഡാർക്ക്നെസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് സ്കൈ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ പറ്റും. ആ സമയത്ത് എനിക്ക് അറോറ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അതിന്റെ ഫോട്ടോയാണ് ഈ കാണിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ മൈത്രി സ്റ്റേഷന്റെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. പിന്നെ സ്നോ പെട്ടല്ല അവിടുത്തെ നമ്മുടെ ഒരു ബേർഡ്. ഇവരെ സ്പോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇപ്പൊ ഞങ്ങള് ഒരു ഫീൽഡിൽ പോയപ്പോൾ അവിടെ അവര് നെസ്റ്റിങ്ങനെ ഇരിക്കുന്ന ഒരു ബേർഡിനെ കിട്ടി. കാരണം ഇവന്മാര് ഭയങ്കര സ്പീഡിലാണ് ഫ്ലൈറ്റ് ചെയ്യുക. പക്ഷെ നോർമലി ഇവരെ കാണുന്ന സമയത്ത് നമുക്ക് ഫോട്ടോ എടുത്താൽ ഭയങ്കര പാടാണ് ഇവരെ കിട്ടാൻ. പക്ഷെ ഭാഗ്യത്തിന് നമുക്ക് ഒരു ഭാഗ്യം ഉണ്ടായി, ഇവരെ കാണാൻ പറ്റി. അതുപോലെ തന്നെ സീ സൈഡിൽ പോയപ്പോൾ വെഡൽ സീലിനെ കാണാൻ പറ്റി. പിന്നെ പെൻഗ്വിൻസ്. പിന്നെ ഇത് എന്താ ഈ രണ്ടാമത്തെ ഫിഗർ, ടോപ്പിലെ രണ്ടാമത്തെ ഫിഗർ എന്ന് വെച്ചാൽ അവിടെ ഒരു ഐസ് കേവിനകത്ത് ഞങ്ങൾ കയറിയ ഫോട്ടോഗ്രാഫാണ്. ഐസ് കേവ് അങ്ങനെ ഉണ്ടാവുന്ന പറയാം. നമ്മുടെ ഐസ് ഷീറ്റിന്റെ അകത്തോടെ ഈ സമ്മർ ടൈമിൽ വാട്ടർ ഇങ്ങനെ മെൽട്ടായിട്ടാണ് ഇങ്ങനെ ഐസിന്റെ അകത്തോടെ ഒഴുകും. അപ്പൊ ഇതിന് ചൂട് കൂടുതലായതുകൊണ്ട് ഇതിന് ഐസിന് ഇങ്ങനെ തുറന്നുകൊണ്ട് ഇങ്ങനെ വെള്ളം ഫ്ലോ ചെയ്യും. അപ്പൊ ഗ്രാജുവലി ആദ്യം ചെറിയൊരു ഓപ്പണിംഗ് ആയിരിക്കും, പിന്നെ അതിങ്ങനെ വെള്ളം ഒഴുകി വലിയൊരു കേവ് പോലെയാവും. അപ്പൊ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാം. അപ്പൊ അവിടെ അതിൻ്റെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അതും കാണാനൊക്കെ. അപ്പൊ നമ്മൾ ഈ ഫീൽഡ് വർക്കിന് പോകുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ചില ഭാഗ്യപ്പെട്ട അവസരങ്ങളാണ് ഇതൊക്കെ ഇത്. പിന്നെ നമ്മുടെ അവിടുത്തെ മെയിൻ ആയിട്ടുള്ള വാഹനമാണ് താഴെ കാണിച്ചിരിക്കുന്നത്. പിസ്റ്റൺ പുള്ളി എന്നാണ് അതിന് പറയുന്നത്. ഒരു ജർമ്മൻ വെഹിക്കിളാണ്. അവർ ഐസിനകത്തോടെ മൂവ് ചെയ്യാനായിട്ട് ജർമ്മൻകാർ ഡെവലപ്പ് ചെയ്തെടുത്ത വാഹനമാണ്. ഇതാണ് നമ്മുടെ അവിടെ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ താഴത്തെ ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാം ഒരു ലിവിംഗ് മോഡ്യൂൾ ആ പിസ്റ്റൺ പുള്ളിയോട് ചേർത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഒരു കണ്ടെയ്നർ പോലത്തെ സ്ട്രക്ചർ കാണാമെന്നുണ്ടോ? ആ സ്ട്രക്ചറിലാണ് നമ്മൾ റിമോട്ട് ലൊക്കേഷനിൽ ഇപ്പോൾ ഒരു 7 to 14 days ഒക്കെ നമ്മൾ പുറത്ത് സാമ്പിളിങ്ങിന് പോകുമ്പോൾ അതിന് നമ്മൾ പറയുന്ന പേര് ബഞ്ചാര എന്നാണ്. ബഞ്ചാരയ്ക്കുള്ളിലാണ് നമ്മൾ താമസിക്കുക. പിന്നെ അതേപോലെ തന്നെ സെപ്പറേറ്റ് ഒരു ടോയ്ലറ്റ് ബ്ലോക്കും കണ്ടെയ്നറിനകത്താക്കി നമ്മൾ കൊണ്ടുപോകും. പിന്നെ അതുപോലെ നമ്മളെ ഫ്യൂവൽ ടാങ്കും നമ്മൾ പോണ വഴിക്ക് കൊണ്ടുപോകും. അങ്ങനെയാണ് നമ്മൾ എക്സ്ട്രീം റിമോട്ട് ലൊക്കേഷനിൽ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് 120 കിലോമീറ്റർ അകലെയൊക്കെ പോകുമ്പോൾ നമ്മൾ അങ്ങനെയാണ് സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത്, സർവൈവ് ചെയ്യുന്നത്. പിന്നെ ടോപ്പ് മോസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും അന്റാർട്ടിക്കയ്ക്ക് പോകാനായിട്ട് 3 ഗേറ്റ്സ് ആണുള്ളത്. ഫസ്റ്റ് ഗേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്. സെക്കൻഡ് ഗേറ്റ് ആഫ്രിക്കയിലെ കേപ്പ് ടൗൺ എന്നുള്ളത്. പിന്നെ 3ാമത്തെ ഗേറ്റ് വേ എന്ന് പറഞ്ഞാൽ
ചിലി, അർജന്റീന. അപ്പൊ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കേപ്പ് ടൗൺ ആണ്. നമ്മുടെ ജിയോഗ്രഫിക്കൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള ലൊക്കേഷൻ കേപ്പ് ടൗൺ ആണ്. നമ്മൾ കേപ്പ് ടൗണിൽ പോകും. കേപ്പ് ടൗണിൽ നിന്ന് പിന്നെ ഇതൊരു റഷ്യൻ കാർഗോ എയർക്രാഫ്റ്റ് ആയിരുന്നു. അവരത് മോഡിഫൈ ചെയ്തിട്ട് ഇപ്പോൾ പാസഞ്ചർ ഫ്ലൈറ്റ് പോലെ ആക്കിയിട്ടുണ്ട്. 6 മണിക്കൂർ ട്രാവൽ ഉണ്ട് കേപ്പ് ടൗണിൽ നിന്ന്. ഒരു 10-80 പേരെ 90 പേരെ ക്യാരി ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ഇതാണ് നമ്മുടെ കാർഗോ ഫ്ലൈറ്റ് ആണെങ്കിൽ. അതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ അത്യാവശ്യം വേണ്ട പോർഷൻസ് എല്ലാം, പച്ചക്കറികൾ, കേപ്പ് ടൗണിൽ നിന്നുള്ള പച്ചക്കറി, അതുപോലെ നമുക്ക് വേണ്ട ബാക്കിയുള്ള എന്താണ് നട്ട്സ്, അതെല്ലാം ക്യാരി ചെയ്യുന്നത് ഈ സമ്മർ ടൈമിൽ ഈ ഫ്ലൈറ്റ് വഴിയാണ്. ഇത് ഈ പ്രാവശ്യത്തെ ടീം മെമ്പേഴ്സ് ആയിരുന്നു നമ്മൾ. പിന്നെ അവിടെ നമ്മുടെ തൊട്ടടുത്ത് റഷ്യ സ്റ്റേഷൻ ഉണ്ട്. പിന്നെ നമ്മുടെ അവിടെ നിന്ന് ഒരു 300-350 കിലോമീറ്റർ മാറി ബെൽജിയത്തിന്റെ സ്റ്റേഷൻ ഉണ്ട്. അതേപോലെ നോർവേയുടെ സ്റ്റേഷൻ ഉണ്ട്. അപ്പൊ അവരെല്ലാവരും വന്നിറങ്ങുന്നത് നമ്മുടെ ഈ നോവോ എന്ന് പറഞ്ഞ റഷ്യക്കാരും നമ്മുടെ ഇന്ത്യക്കാര്, അർജന്റീന, ബെൽജിയം, ചിലി, ഇവരെല്ലാം കൂടെ ഇവരുടെ ഒരു കൺസോർഷ്യമാണ് ഈ റൺവേ കൺട്രോൾ ചെയ്യുന്നത്. ആ റൺവേയിലാണ് നമ്മൾ ഇറങ്ങുന്നത്. പിന്നെ ഇത് നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ സമയത്ത് എടുത്ത ഫോട്ടോയാണ് താഴെ കാണുന്നത്. സർവേ ഓഫ് ഇന്ത്യയുടെ കൂടെ നമ്മൾ അവിടെ ഒരു വോൾത്തോട്ട് മൗണ്ടൻ ഏരിയ എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്. അപ്പൊ അവിടെയാണ് മെയിൻ ആയിട്ട് ജിയോളജിക്കൽ സർവേ, GSIക്കാർ കൂടുതൽ സർവേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവരുടെ കൂടെ പോയിട്ട് ആ മൗണ്ടൻസിന്റെ സൈഡിൽ നിന്ന് എടുത്ത ഫോട്ടോയാണ്. ഞാൻ കുറച്ച് വീഡിയോ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ അൺഫോർച്യുനേറ്റ്ലി കുറച്ച് തിരക്കായി പോയി ഈ ഒരാഴ്ച. അതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. ഇനി ക്വസ്റ്റ്യൻ ടൈമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, ഞങ്ങൾ എങ്ങനെയാണ് സർവേ ചെയ്യുന്നത്, ആ കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ കൂടുതൽ സമയം എടുത്തില്ല എന്ന് വിചാരിക്കുന്നു. സർ കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. ഈ അന്റാർട്ടിക്കയില് അവിടെ ഈ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ത്രെട്ട് കേട്ടതാണ്, അറിയില്ല. അവിടെ ഈ ഐസില് കുറെ കാലം മുന്നേയുള്ള വൈറസസ് ഇങ്ങനെ പ്രിസർവ് ചെയ്ത പോലെ അവിടെ ഉണ്ടാവും. അത് ഐസ് ഉരുകിയാൽ അതൊരു ത്രെട്ടായി മാറാം എന്ന് കേട്ടിരുന്നു. അത് എത്രത്തോളം ശരിയാണ്? റിയൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് നമ്മുടെ 2 ധ്രുവപ്രദേശം, ആർട്ടിക്കിലായാലും അന്റാർട്ടിക്കിലായാലും, നമ്മുടെ ഐസിനുള്ളിൽ നമ്മുടെ കുറേ വൈറസസ്, ബാക്ടീരിയാസ് എല്ലാം പ്രിസർവ് ചെയ്തിരിക്കുകയാണ്. ഇവർക്ക് വൈറസിന്റെ കാര്യം അറിയാൻ ഇവര് മരണമില്ല. അൺലെസ് അവരെ നമ്മൾ കൊന്നു കഴിഞ്ഞാൽ മാത്രമാണ് മരിക്കത്തുള്ളൂ. അല്ലാതെ നോർമലി അവർക്ക് മരണം എന്ന് പറഞ്ഞൊരു സംഭവമില്ല. അവര് അമരന്മാരാണ്. അപ്പൊ അവരിങ്ങനെ പ്രിസർവ് ചെയ്ത് അവരുടെ ഇതിരിപ്പുണ്ടായിരിക്കും. അപ്പൊ ഇത് മെൽറ്റിങ്ങിന്റെ സമയത്ത് അങ്ങനെ ഒരു ത്രെട്ട് ഉറപ്പായിട്ടുണ്ട്. പക്ഷെ ഇതുവരെ നമ്മുടെ ഇന്ത്യൻ സ്റ്റഡീസും ഞാൻ വായിച്ചിട്ടുള്ള റിസർച്ച് വെച്ചിട്ടും ഇതുവരെ അങ്ങനെ ഡെഡ്ലി ആയിട്ടുള്ള വൈറസിനെ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ള നടക്കുന്നുണ്ട്, ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെയായിട്ടും അങ്ങനെ ഇപ്പൊ നമ്മുടെ കൊറോണ വൈറസ് വന്ന പോലെ അതിഭീകരമായ ഒരു വൈറസിനെ കണ്ടുപിടിച്ചതായിട്ട് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാലും അതിനുള്ള ചാൻസസ് നമ്മുടെ ഈ ഐസ് മെൽറ്റിനോ ചെയ്യുന്നതിനോടൊപ്പം അങ്ങനെ ഒരു ചാൻസസും തീർച്ചയായിട്ടും ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. ഹലോ, കേൾക്കാവോ? ജയശ്രീ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. സർ, ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു. ഇൻഫോർമേറ്റീവ് സെഷൻ ആയിരുന്നു. എനിക്ക് അറിയേണ്ടത് ആൽഗെ ഐഡന്റിഫൈ ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഏത് ആൽഗയാണെന്ന് പറയാമോ? ശരിക്കും അത് മൈക്രോബയോളജി റിലേറ്റഡ് വർക്കാണ്. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ആളുകളാണ് അത് കൂടുതലായിട്ടും ചെയ്യാറുള്ളത്. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, പിന്നെ നമ്മുടെ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ, അവർ രണ്ടുപേരാണ് നമ്മുടെ ആൽഗെയിൽസിൽ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ നമ്മുടെ മെയിൻ വർക്ക് എൻവയോൺമെന്റൽ മോണിറ്ററിംഗ് ആണ്. അതായത് നമ്മുടെ സ്റ്റേഷന്റെ ആക്ടിവിറ്റീസ് ഉണ്ട്, നമ്മുടെ എന്തുമാത്രം അവിടെ എക്കോളജിക്കൽ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ബേസ് ലൈൻ ഡേറ്റ ഉണ്ട്. അവിടുത്തെ നമ്മുടെ സ്റ്റേഷന്റെ ചുറ്റുപാടുള്ള ലേക്സിന്റെയും എയർ ക്വാളിറ്റി ഡേറ്റ ഉണ്ട്, ലേക്കിന്റെ വാട്ടർ ക്വാളിറ്റി ഉണ്ട്, സെഡിമെന്റിന്റെ ക്വാളിറ്റി ഡേറ്റ ഉണ്ട്, സോയിലിന്റെ ക്വാളിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ റിസർച്ച് ചെയ്തുകൊണ്ടുണ്ടാവുന്ന ഒരു എൻവയോൺമെന്റൽ ഇമ്പാക്ട് എന്ന് വെച്ചാൽ ആക്സിഡന്റൽ ഓയിൽ സ്പില്ല് വരാം. അതേപോലെ തന്നെ നമ്മുടെ വേസ്റ്റ് അവിടെ എന്തെങ്കിലും അൺഇൻറ്റൻഷനലി നമ്മൾ അറിയാതെ എന്തെങ്കിലും അവിടെ ചെന്നുപെടാം. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ചേഞ്ചസ് അവിടുത്തെ വെള്ളത്തിന്റെ ക്വാളിറ്റിയിൽ മാറ്റം വരുന്നുണ്ടോ, സോയിൽ ക്വാളിറ്റിയിൽ മാറ്റം വരുന്നുണ്ടോ, അതാണ് എയർ ക്വാളിറ്റിയിൽ മാറ്റം വരുന്നുണ്ടോ നമ്മുടെ സ്റ്റേഷന്റെ ആക്ടിവിറ്റി, ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സാമ്പിളിംഗ് ആണ് കൂടുതൽ നമ്മൾ ചെയ്യുന്നത്. സാർ, ഇപ്പൊ അവിടെ തന്നെ എല്ലാം പോസിബിൾ ആവുന്നുണ്ടോ? ഈ സാമ്പിളിംഗ് പ്രോസസ്സിംഗ് എല്ലാം ആ ഒരു ഇതിൽ തന്നെ പോസിബിൾ ആണോ? അവിടെ
മൈത്രിയിലും ഭാരതി സ്റ്റേഷനിലായാലും നമ്മുടെ 2 സ്റ്റേഷൻസ് ആണ് ഇപ്പോൾ ഓപ്പറേഷനിൽ. 2 സ്റ്റേഷനിലും ചെറിയ ലാബോറട്ടറി ഫെസിലിറ്റീസ് ഉണ്ട്. അത്യാവശ്യം നമുക്ക് സാമ്പിൾ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചെയ്യാം. ഇപ്പൊ നമ്മൾ മൈക്രോബയോളജിക്കാരെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് ചെറിയ ഐസൊലേഷൻ, ബാക്ടീരിയൽ കൾച്ചർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്, ഇൻക്യുബേഷൻ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അതെല്ലാം ചെയ്യാം. ബാക്കി ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അവിടെ റിയൽ ടൈം സെൻസേഴ്സ് ബേസ്ഡ് എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് സിസ്റ്റം ആണ് ഉള്ളത്. ഇപ്പൊ സെൻസർ വെച്ച് നമുക്ക് ഓട്ടോമാറ്റിക്കലി കണ്ടിന്യൂസ്ലി 24 hours നമുക്ക് ഡേറ്റ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ വാട്ടർ ക്വാളിറ്റി, സെഡിമെന്റ് ക്വാളിറ്റി, സോയിൽ ക്വാളിറ്റി, ഇതിനു വേണ്ടി നമ്മൾ സാമ്പിൾ എടുത്ത് അവിടെ തന്നെ പ്രീ പ്രോസസ്സിങ് ചെയ്യും. ഡ്രൈയിങ്, സീവിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മാക്സിമം ക്വാണ്ടിറ്റി കുറച്ചിട്ടാണ് നമ്മൾ നമ്മുടെ മെയിൻ ലാബിലോട്ട് ഗോവയിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യും, കോൺഷിപ്മെന്റ് ചെയ്യും. അതിനുശേഷം ബാക്കിയുള്ള ഇൻസ്ട്രുമെന്റേഷൻ ഫെസിലിറ്റീസ് എല്ലാം നമുക്ക് NCP ആണ് ഉള്ളത്. അപ്പൊ ഇവിടെയാണ് നമ്മൾ ബാക്കി അനാലിസിസ് റിപ്പോർട്ടിംഗ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. ഹലോ, പറഞ്ഞു സാർ. ഒരു കാര്യം, പിന്നെ ഈ എക്സ്പെഡിഷൻ ടീമില് മലയാളികള് കൂടുതൽ പേരുണ്ടാവാറുണ്ടോ സാധാരണയായിട്ട്? പിന്നെ മറ്റൊരു കാര്യം, അവിടേക്ക് നാട്ടിലേക്ക് ഫോൺ വിളിക്കാനൊക്കെ സൗകര്യം ഉണ്ടോ? അവിടുന്ന് 2 കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഓക്കെ, എന്റെ ഫസ്റ്റ് എക്സ്പെഡിഷനിൽ ഞങ്ങൾ മൈത്രിയിലാണ് ഞാൻ 3 പ്രാവശ്യം പോയത്. ഫസ്റ്റ് മൈത്രി എക്സ്പെഡിഷനിൽ ഞങ്ങൾ 6 മലയാളികൾ ഉണ്ടായിരുന്നു. അതിൽ 2 പേര് ആർമിക്കാരായിരുന്നു. ഒരു സന്തോഷ് എന്ന് പറഞ്ഞ ചേട്ടൻ, അദ്ദേഹം പത്തനംതിട്ടക്കാരനാണ്. അദ്ദേഹം സ്റ്റേഷൻ എഞ്ചിനീയർ ആണ്, നമ്മുടെ ജനറേറ്ററിന്റെ എഞ്ചിനീയർ ആണ് അദ്ദേഹം മദ്രാസ് റെജിമെന്റിൽ വർക്ക് ചെയ്ത ആളാണ്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് അദ്ദേഹത്തിനെ സെലക്ട് ചെയ്ത് വിട്ടതാണ്. പിന്നെ അതേപോലെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഓഫീസർ കണ്ണൂരുകാരായ ഒരു ശ്യാം എന്ന് പറഞ്ഞ ചേട്ടനായിരുന്നു. ശ്യാം ചേട്ടന് ഇതുപോലെ തന്നെ ആർമിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. അദ്ദേഹമാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഓഫീസർ ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ പുസ്തകമായിട്ട് നമ്മുടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ 2 റിസർച്ചേഴ്സ് ഉണ്ടായിരുന്നു, ഗവേഷകരായ 2 പേരുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ബാംഗ്ലൂർ ബേസ്ഡ് ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു മലയാളിയായിട്ടുള്ളൊരു സുഹൃത്തുണ്ടായിരുന്നു, ഹരി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഞങ്ങൾ 6 പേരാണ് ഫസ്റ്റ് എക്സ്പെഡിഷൻ ഉണ്ടായിരുന്നത്. സെക്കൻഡ് ടൈം പോയപ്പോൾ അതിന്റെ പോപ്പുലേഷൻ കുറച്ചുകൂടെ കൂടി 8 പേരുണ്ടായിരുന്നു മലയാളികൾ. പിന്നെ ഈ പ്രാവശ്യം പോയപ്പോൾ അത് കുറച്ചൊന്ന് കുറഞ്ഞ് നമ്മുടെ ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരാൾ മാത്രമേ ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 മലയാളീസാണ് ഈ പ്രാവശ്യം ഉണ്ടായിരുന്നത്. അതിങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. അതിപ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഇവർ സെലക്ട് ചെയ്യുന്ന പ്രൊസീജിയർ വേണ്ടിയിട്ട് കൂടുതൽ ആപ്ലിക്കേഷൻ വരികയാണെങ്കിൽ കൂടുതൽ ചാൻസസ് ഉണ്ട് എന്ന് പറയുമ്പോൾ. പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? നാട്ടിലേക്ക് ഫോൺ വിളിക്കാനൊക്കെ പറ്റുമോ എന്നുള്ളതാണ്. ഓക്കെ സാർ, ഇപ്പൊ നമുക്ക് സാറ്റലൈറ്റ് ബേസ്ഡ് ഇന്റർനെറ്റ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. നമ്മുടെ സ്റ്റാർലിങ്ക് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ഫെസിലിറ്റി ഉണ്ട്. പക്ഷെ അത് റെസ്ട്രിക്റ്റഡ് ആണ്. നമുക്ക് ഡെയിലി 1 hour ഒക്കെയാണ് നെറ്റ് യൂസ് ചെയ്യാൻ പറ്റുക. ആ സമയത്ത് നമുക്ക് വീട്ടിലോട്ട് കോൾ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. പിന്നെ നോർമൽ വൈഫൈ നെറ്റ്വർക്ക് ഇപ്പൊ നമ്മുടെ ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ECI എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു ഫേം ഉണ്ടല്ലോ, അവര് നമുക്ക് നോർമൽ വൈഫൈ കിട്ടുന്നുണ്ട്. പക്ഷെ അതിന്റെ സ്പീഡ് അത്ര ഇതല്ല. നമുക്ക് അങ്ങനെ അത്യാവശ്യം നമ്മുടെ റിസർച്ച് ബേസ്ഡ് കാര്യങ്ങളൊക്കെ ചെയ്യാം, ജസ്റ്റ് വായിക്കാന്നുള്ളതല്ലാതെ അധികം സ്പീഡ് വളരെ കുറവാണ് ഇവിടെ. പിന്നെ നമുക്ക് സാറ്റലൈറ്റ് ഫോൺ ഉണ്ട് ഓപ്ഷൻസ്. അപ്പൊ അതിൽ എന്തെങ്കിലും എമർജൻസി ബേസ്ഡ് കാര്യങ്ങളാണെങ്കിൽ നമുക്ക് സാറ്റലൈറ്റ് ബേസ്ഡ് ഫോൺ ഉപയോഗിക്കാം. അങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. പിന്നെ ഇപ്പൊ ഈ സ്റ്റാർലിങ്ക് വന്നിട്ട് ഇപ്പൊ 2 വർഷമായിരുന്നു. ലാസ്റ്റ് ഇയർ ആണ് അത് ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടെ കമ്മ്യൂണിക്കേഷൻ കുറച്ച് ഈസിയാണ്. പക്ഷെ ഞാൻ ഫസ്റ്റ് എക്സ്പെഡിഷൻ പോകുന്ന സമയത്ത് നമുക്കൊരു സാറ്റലൈറ്റ് ഫോൺ മാത്രം ഉണ്ടായിരുന്നു. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ലിമിറ്റഡ് ആണ്. നമുക്ക് ഒരാൾക്ക് 1 മാസം 20 മിനിറ്റ് ആണ് നമുക്ക് ഫോണിന്റെ കൊടുത്ത. അപ്പൊ ആ ഒരു 20 മിനിറ്റ് തന്നെ നമുക്ക് വീട്ടിലോട്ട് സംസാരിക്കാൻ പറ്റും. കമന്റിൽ ഒരു കമന്റ് വന്നിട്ടുണ്ട്, തോമസ് സാറ്. അതെ, ഒന്ന് ചോദിക്കാമോ ഒരു കാര്യം? ഒന്ന് ചോദിക്കുവാണെങ്കിൽ എളുപ്പമായിരുന്നു എനിക്ക് കമന്റ്. ഓക്കെ, ഞാൻ വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആയിരുന്നു. എൻ്റെ ഒരു സംശയം, നമ്മളിപ്പോ താങ്കൾ പറയണ്ടായി അവിടെ വനങ്ങളുണ്ടായിരുന്നു പണ്ട് എന്നുള്ളൊരു സൂചന ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ ഓയിൽ എക്സ്പ്ലറേഷന്റെ എന്തെങ്കിലും സാധ്യത അവിടെ നടത്തിയിട്ടുണ്ടോ? ഉണ്ട്. നമ്മൾ അന്റാർട്ടിക്കയിൽ ഇപ്പൊ ഇന്ത്യൻ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിക്കുന്ന ഒരു ഏരിയ അന്റാർട്ടിക് എക്സ്പെഡിഷനാണ്. അതിന്റെ പിന്നിലുള്ള ജിയോ പൊളിറ്റിക്സ് തന്നെയാണ് തീർച്ചയായിട്ടും. ഭാവിയിൽ മിനറൽ റിസോഴ്സസ് ഓൾമോസ്റ്റ് നമ്മൾ പല സ്ഥലങ്ങളിലും അന്റാർട്ടിക്കയിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്, നമ്മുടെ ഏരിയയിലും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പോഴത്തെ ഒരു ജിയോ പൊളിറ്റിക്സ് പ്രകാരം നമുക്കവിടെ എക്സ്കവേഷനോ അല്ലെങ്കിൽ മൈനിങ് ആക്ടിവിറ്റീസ് ഒന്നും പോസിബിൾ അല്ല. പക്ഷെ ഫ്യൂച്ചറിൽ ഉണ്ടാവുന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ റിസോഴ്സസ് അവൈലബിൾ ആണ്, അവിടെ കണ്ടെത്തിയിട്ടുമുണ്ട്. പക്ഷെ അറ്റ് പ്രസന്റ് നമുക്കിപ്പോൾ അവിടെ
റിസോഴ്സസ് റിസർച്ചിനല്ലാതെ വേറൊരു ആവശ്യത്തിന് നമുക്ക് അവിടെ മൈനിങ് ചെയ്യാനായിട്ടുള്ള നടക്കത്തില്ല. എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇനീഷ്യൽ എനർജിയുടെ റിക്വയർമെന്റ് ഇല്ലേ, അത് മീറ്റ് ചെയ്യാൻ പറ്റുമോ? ശരി, ഇപ്പൊ നമ്മുടെ പല സ്റ്റേഷൻസ്, ഇപ്പൊ ഞാൻ പറയാം, നമ്മുടെ ബെൽജിയം സ്റ്റേഷൻസ്, പിന്നെ USA സ്റ്റേഷൻസ്, അതെല്ലാം വെസ്റ്റേൺ സൈഡിലാണ്. പിന്നെ നമ്മുടെ അടുത്തുള്ള ബെൽജിയം സ്റ്റേഷനാണ് പ്രിൻസസ് എലിസബത്ത് എന്ന് പറഞ്ഞ സ്റ്റേഷൻ. അടുത്തെന്ന് പറയുമ്പോൾ ഒരു 350 കിലോമീറ്റർ ദൂരെയാണ്. പിന്നെ ഒരു 500 കിലോമീറ്റർ അകലെ ട്രോൾ എന്ന് പറഞ്ഞ സ്റ്റേഷൻ ഉണ്ട്, നോർവേയുടെ. അവരൊക്കെ ഇപ്പൊ ഫുള്ള് ഗ്രീൻ എനർജിയിലോട്ട് മാറിയിട്ടുണ്ട്. അവര് വിൻഡ് അവിടെ ഹാർവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ സോളാർ എനർജി യൂസ് ചെയ്തിട്ട് ഫുള്ളി അവർ ഗ്രീൻ എനർജിയിലോട്ടാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരൊക്കെ ടെക്നോളജിക്കലി ഭയങ്കര അഡ്വാൻസ് ആയതുകൊണ്ട് US, കാനഡ അങ്ങനെയുള്ള കൺട്രീസിലൊക്കെ ജർമ്മൻകാര് അവർക്കൊക്കെ ഇത് പോസിബിൾ ആണ്. എപ്പോഴെങ്കിലും എക്സ്കവേഷൻ ഇങ്ങനെ മിനറൽസിന് വേണ്ടിയിട്ട് അവർ എക്സ്കവേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്കത് സഫീഷ്യന്റ് ആയിട്ട് ചെയ്യാനായിട്ടുള്ള എനർജി ബാക്കപ്പ് ഒക്കെ അവർക്കുണ്ട്. ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ സ്റ്റേഷനിൽ തന്നെയാണെങ്കിലും നമ്മൾ ഒരു 3 വർഷത്തേക്കുള്ള ഫ്യൂവൽ എപ്പോഴും നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കും. കാരണം ഇൻ കേസ് എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു സിനാരിയോ വന്നു, നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല, ഫ്ലൈറ്റ് ഒക്കെ മൊത്തം തകർന്നു, എന്തെങ്കിലും ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് സർവൈവ് ചെയ്യാനായിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 വർഷത്തേക്കുള്ള ഓയിൽ റിസർവ് ഉണ്ട്. അതേപോലെ തന്നെ ഫുഡിന്റെ സ്റ്റഫ് നമ്മൾ എപ്പോഴും 2 വർഷത്തേക്കുള്ള ഫുഡിന്റെ സ്റ്റഫ് എല്ലാം ഡ്രൈ ആയിട്ടുള്ള ഫുഡിന്റെ സ്റ്റഫ് എല്ലാം അവിടെ സ്റ്റോർഡ് ആണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു പാൻഡമിക് ഒക്കെ വന്നാൽ അവർക്ക് സർവൈവ് ചെയ്യാൻ വേണ്ട കാര്യങ്ങളെല്ലാം നമ്മളവിടെ. ഹലോ, കേൾക്കാവോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഓക്കെ സർ, നമുക്കിപ്പം അന്റാർട്ടിക്കയിൽ ഇപ്പൊ സാറ് നേരത്തെ കാണിച്ച സ്ലൈഡ്സിൽ ലൈക്ക് ഈസ്റ്റേൺ സൈഡ്, വെസ്റ്റേൺ സൈഡ്സ്, അങ്ങനെ പല പല സ്റ്റേഷൻസ് കാണിച്ചല്ലോ. ഇപ്പൊ നമുക്ക് അന്റാർട്ടിക്ക ഫുൾ ഏരിയയിൽ ലൈക്ക് സ്റ്റിൽ എത്തിപ്പെടാൻ പറ്റാത്ത അല്ലെങ്കിൽ ആക്സസിബിൾ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടോ? ലൈക്ക് നോട്ട് ഓൺലി ദ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്, പക്ഷെ മൊത്തം ഇപ്പം വേറെ എല്ലാ സ്റ്റേഷൻസും എടുക്കുമ്പോഴും നമുക്ക് ഒരു ഹ്യൂമൻ ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഏരിയാസ് ഉണ്ടോ അന്റാർട്ടിക്കയിൽ ഇപ്പോഴും? 3 ഗേറ്റ് വേ, ഒന്ന് സൗത്ത് അമേരിക്ക, പിന്നെ ഒന്ന് ആഫ്രിക്ക, പിന്നെ ഒന്ന് ഓസ്ട്രേലിയ. ഈ 3 ഗേറ്റ് വേന്നാണ് കൂടുതലായിട്ടും ആളുകൾ പോകുന്നത്. അപ്പൊ നമുക്ക് ഞാൻ ഒരു ഫിഗർ കാണിച്ചിരുന്നു. ആ ഫിഗറിൽ കാണാൻ പറ്റും അൺക്ലെയിംഡ് ഏരിയ എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്. അത് വെസ്റ്റേൺ അന്റാർട്ടിക്കയുടെ താഴെ, അതായത് നമ്മുടെ മാപ്പിൽ നോക്കുമ്പോൾ നമ്മുടെ ചിലിയുടെ ഒക്കെ താഴത്തെ ഒരു പോർഷൻ ഉണ്ട്, അതാണ് വെസ്റ്റേൺ അന്റാർട്ടിക്ക. അതിന്റെ കുറച്ചുകൂടെ സൗത്ത് ഏരിയ എന്ന് പറയുന്നത് ആൾക്കാർ അധികം ആക്സസ് ചെയ്യാത്തതും എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് അവിടെ ടെറിട്ടോറിയൽ ക്ലെയിംസ് പോലും വന്നിട്ടില്ല. ഇപ്പോഴും അവിടെ അങ്ങോട്ടേക്കുള്ള ആക്സസിബിലിറ്റി ഒരു ഇഷ്യൂ ആണ്. പക്ഷെ നമ്മുടെ സർക്കംപോളാർ എക്സ്പെഡിഷൻ പറഞ്ഞിട്ട് വേറൊരു അന്റാർട്ടിക് എക്സ്പെഡിഷൻ ഉണ്ട്. അത് കുറെ കൺട്രികൾ കൂടിച്ചേർന്ന് ചെയ്യുന്നതാണ്. ഇപ്പൊ ലാസ്റ്റ് ടൈം നമ്മുടെ NCP സയന്റിസ്റ്റുകളെല്ലാം അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. ഇപ്പൊ ബ്രസീലാണ് അത് ഓർഗനൈസ് ചെയ്യുന്നത്. ബ്രസീല്, പിന്നെ റഷ്യ ഉണ്ടായിരുന്നു, ഇന്ത്യക്കാരുണ്ടായിരുന്നു, പിന്നെ കാനഡയൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഒരു 6 രാജ്യക്കാർ കൂടിയിട്ടാണ്, സൗത്ത് ആഫ്രിക്കക്കാരുണ്ടായിരുന്നു, 6 രാജ്യക്കാർ കൂടിയിട്ടാണ് ഒരു എക്സ്പെഡിഷൻ പ്ലാൻ ചെയ്തത്. അപ്പൊ നമുക്ക് 12 ബെർത്ത് ഉണ്ടായിരുന്നു. നമ്മുടെ 12 സയന്റിസ്റ്റുകൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് അവരവിടെ ആ ഏരിയ ആക്സസ് ചെയ്തു, സാമ്പിൾസ് ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടുത്തെ സീ കറൻസ്, എയറിന്റെ സ്റ്റഡീസ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എക്സ്പ്ലോർ ചെയ്യാത്ത ഏരിയാസ് ഇപ്പോഴും ഉണ്ട്. പിന്നെ മെയിൻ ആയിട്ടുള്ള ലോജിസ്റ്റിക് കൺസ്ട്രെയിൻസ് ആണ്. ഇപ്പൊ നമ്മുടെ അയൽ രാജ്യങ്ങളൊക്കെ കുറെ പേര്, ഇപ്പം പാകിസ്ഥാൻ ട്രൈ ചെയ്തിട്ടുണ്ട് സ്റ്റേഷൻ ബിൽഡ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ബംഗ്ലാദേശ് ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ UAE, സൗദി അറേബ്യ, ഇവരെല്ലാം. പക്ഷെ ലോജിസ്റ്റിക് കൺസ്ട്രെയിൻസ് കൊണ്ട് അവർക്ക് ആർക്കും അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിനാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, നമ്മുടെ മിഷണറീസ് ആയിട്ടുള്ള നമ്മുടെ പണ്ടത്തെ നേതാക്കന്മാരുടെ ഒരു വിഷയം കൊണ്ടാണ് നമ്മൾ ഇന്ത്യൻ അന്റാർട്ടിക് എക്സ്പെഡിഷൻ എന്ന പ്രോഗ്രാം എപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. ഭാവി മുൻകൂട്ടി കണ്ടുകൊണ്ട് അവർ അന്നത്തെ ഒരു ദീർഘദർശനം നമുക്ക് ആ ഒരു എക്സ്പെഡിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു, സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നു. പക്ഷെ ഇവർക്കൊന്നും സാധിക്കാത്തത് ഈ ലോജിസ്റ്റിക് കൺസ്ട്രെയിൻസ് ഉള്ളത് കൊണ്ടാണ്. ഇപ്പൊ നമ്മളോട് ഇപ്പൊ UAE അവിടെ പുതിയതായിട്ട് സ്റ്റേഷൻ ബിൽഡ് ചെയ്യാനായിട്ട് അവർക്ക് പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവര് നമ്മുടെ ഇന്ത്യയുടെ സഹായമാണ് ചോദിച്ചേക്കുന്നത്, അവരെ ലോജിസ്റ്റിക്കിന് ഹെൽപ്പ് ചെയ്യാനും. പിന്നെ അന്റാർട്ടിക്കയിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കോർപ്പറേഷൻ ആണ് കൂടുതൽ. ഇപ്പൊ നമ്മള് ഇന്ത്യൻ സ്റ്റേഷനിലോട്ട് ചാർട്ടേഡ് വെസൽസിൽ, ഐസ് ബ്രേക്കിംഗ് ആയിട്ടുള്ള വെസൽസിലാണ് നമ്മൾ ഈ സ്റ്റോക്ക് കൊണ്ടുപോകുക. ഭാരതിയിലോട്ടാണെങ്കിലും മൈത്രിയിലോട്ടാണെങ്കിലും. അപ്പോൾ വെസൽസിൽ പോകുമ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് ജപ്പാനീസ് സ്റ്റേഷൻ ഉണ്ട്. ജപ്പാൻകാരുമായിട്ട് നമുക്ക് നല്ല കൊളാബറേഷനാണ്. അതേപോലെ തന്നെ ബെൽജിയംകാരുമായിട്ട് നല്ല കൊളാബറേഷൻ. അപ്പൊ അവർക്കുള്ള സാധനങ്ങളും 1 വർഷത്തേക്ക് വേണ്ട സാധനങ്ങളും നമ്മുടെ ഷിപ്പിലാണ് കൊണ്ടുപോകുന്നത്, കണ്ടെയ്നേഴ്സ്. അപ്പൊ അവർക്ക് അത്യാവശ്യം വേണ്ട പോർഷൻസ് എല്ലാം നമ്മൾ എത്തിച്ചു കൊടുക്കും. പിന്നെ നമ്മുടെ റഷ്യൻ സ്റ്റേഷനും
നമ്മുടെ സ്റ്റേഷനിൽ 4 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ അവരുമായിട്ട് അടുത്ത ബന്ധമാണ് പുലർത്തുന്നത്. നമ്മുടെ റിപ്പബ്ലിക് ഡേക്കൊക്കെ മെയിൻ ഗസ്റ്റ് ആയിട്ട് അവരാണ് വരാറ്. അങ്ങനെ കൊളാബറേഷൻ ആൻഡ് കോർപ്പറേഷൻ. നമുക്ക് നമ്മൾ ഓസോൺ ഹോൾ കണ്ടുപിടിച്ചത് നമ്മുടെ അന്റാർട്ടിക്കയിലാണ്. അപ്പോൾ എല്ലാവരും ചിന്തിച്ചു അന്റാർട്ടിക്ക പെട്ടെന്ന് ഐസ് ഉരുകും, പെട്ടെന്ന് തീരും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നമ്മളൊരു ബൗണ്ടറി പ്രോട്ടോകോൾ കൊണ്ടുവന്ന് CO2 എമിഷൻ കുറച്ചു. നമ്മളത് കൺട്രോൾ ചെയ്തു. ഇപ്പൊ ഓസോൺ ലെയർ അന്റാർട്ടിക്കയിലെ ബാക്ക് ടു നോർമൽ ആയിട്ടുണ്ട്. അപ്പൊ അത് കാണിക്കുന്നത് കോർപ്പറേഷൻ അന്റാർട്ടിക്ക ട്രിറ്റി എന്ന് പറയുന്നത് ഒരു എല്ലാ രാജ്യങ്ങളുടെയും കോർപ്പറേഷൻ പോസിബിൾ ആണ്. നമ്മൾ വേണമെന്ന് വെച്ചാൽ കോർപ്പറേഷൻ പോസിബിൾ ആണ്. നമുക്ക് നല്ല രീതിക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. താങ്ക് യു സർ. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ റിസോ? തീർച്ചയായിട്ടും. EIA കുറിച്ച് ഒന്ന് സൂചിപ്പിച്ചിരുന്നു ബിനീഷ്. EIA ചെയ്യുന്നു എന്ന് സൂചിപ്പിച്ചിരുന്നു. അത് സംബന്ധമായിട്ട് ഒരു ചോദ്യം ഇടയ്ക്ക് വരികയും ചെയ്തിരുന്നു. ബിനീഷ് മറ്റേ ഓയിൽ സ്പില്ലിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുമെന്ന് പറഞ്ഞിരുന്നു. എക്സാക്ട്ലി EIA ഏതൊക്കെ തരത്തിലുള്ള EIA ആണ് അവിടെ ചെയ്യുന്നത്? എന്താണ് അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ചെയ്യുന്നതിന് മുമ്പ് ഇപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ഫീൽഡ് ക്യാമ്പിൽ പോകുന്നു. ഇപ്പൊ നമ്മുടെ ഇതിന്റെ ഒരു പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മുടെ ഈ ഒരു കമ്മിറ്റി ഫോർ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ അന്റാർട്ടിക് ഒരു കമ്മിറ്റി ഉണ്ട്. ഇപ്പൊ നമ്മളൊരു അന്റാർട്ടിക് എക്സ്പെഡിഷന് പോകുന്നതിന് മുമ്പ് എത്ര പേര് പോകുന്നു, എന്തൊക്കെ വർക്കുകളാണ് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചെല്ലാം അവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കും. അന്റാർട്ടിക് ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം ഓരോ പ്രോജക്റ്റിനും ഓരോ മൈനർ ആയിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാവും. ഇപ്പൊ എന്റെ വർക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അവിടുന്ന് സോയിൽ, വാട്ടർ, സെഡിമെന്റ് ഇതെല്ലാം കളക്ട് ചെയ്യുന്നു. അപ്പൊ അതൊരു മൈനർ ഇമ്പാക്ട് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് നമ്മൾ ഇനീഷ്യൽ എൻവയോൺമെന്റൽ ഇവാലുവേഷൻ ചെയ്യണം. ഇപ്പൊ ഇനീഷ്യൽ എൻവയോൺമെന്റൽ ഇവാലുവേഷൻ ചെയ്തിട്ട് അതിന്റെ എന്തൊക്കെ ഇമ്പാക്റ്റ് ആണ് വരുന്നത്, അതെങ്ങനെ നമുക്ക് മിറ്റിഗേറ്റ് ചെയ്യാം, ആ ഒരു കാര്യങ്ങൾ റിപ്പോർട്ടിൽ പരാമർശിക്കും. ഇപ്പൊ ഒരു മേജർ ഒരു ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാക്കുന്ന ഒരു പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു പുതിയ സ്റ്റേഷൻ പണിയാണ്. അപ്പൊ അതിന് അടുത്ത ലെവലിൽ കോംപ്രിഹെൻസീവ് എൻവയോൺമെന്റൽ ഇവാലുവേഷൻ CE റിപ്പോർട്ട് കൊടുക്കണം. അതിനുശേഷം ഒരു വലിയ രീതിക്കുള്ള ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ ഇവാലുവേഷൻ റിപ്പോർട്ട് കൊടുക്കണം. അതിനുശേഷം എൻവയോൺമെന്റൽ മോണിറ്ററിംഗ്. ഇപ്പോൾ ഒരു സ്റ്റേഷൻ നമ്മളവിടെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ എൻവയോൺമെന്റൽ മോണിറ്ററിംഗ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാലാണ് നമുക്ക് മനസ്സിലാവുന്നത് അവിടെ എന്തെങ്കിലും ഇമ്പാക്ട് വരുന്നുണ്ടോ, അതെങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യണം. ഇപ്പൊ ലാസ്റ്റ് ഡേ നമ്മൾ ആക്സിഡന്റൽ സ്പിൽ ഓഫ് ഉണ്ടായി നമ്മുടെ സ്റ്റേഷന്റെ അടുത്ത്. അത് കോമൺ എന്നല്ല, നമ്മൾ ഭയങ്കര പ്രിക്കോഷൻ എടുത്തിട്ട് എല്ലാവർക്കും ട്രെയിനിങ് കൊടുത്തിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ ആക്സിഡന്റൽ സംഭവിച്ചു. പക്ഷെ ആ സമയത്ത് നമ്മൾ അവിടെയുള്ള സോയിൽ അപ്പാടെ നമ്മൾ ആ ഒരു അഫക്റ്റഡ് ആ ഏരിയ ഫുള്ള് റിമൂവ് ചെയ്ത് നമ്മൾ ബാക്ക് ടു മെയിൻ ലാൻഡ് നമ്മൾ കേപ്ടൗണിലോട്ടാണ് വരുന്നത്. കേപ്ടൗണിൽ കൊണ്ടുപോയിട്ട് അത് റെമഡേഷൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആൾക്കാരെ ഏൽപ്പിക്കുകയാണ്. അപ്പൊ സ്പീൽസ് അവിടെ ഇമ്പാക്ട് ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്തു. അതേപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെന്റ് നമ്മൾ ഇന്ത്യക്കാർ ഭയങ്കര പുറകിലാണ് വേസ്റ്റ് മാനേജ്മെന്റ് കാര്യത്തിൽ. പിന്നെ എനിക്ക് തോന്നുന്നു കേരളമാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ ഗോവയിൽ വരുമ്പോൾ എനിക്കത് മനസ്സിലാവും. അപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ ക്ലാസ് എക്സ്പെഡിഷൻ മെമ്പേഴ്സിന് എല്ലാം ക്ലാസ് എടുത്ത് ഭയങ്കരമായിട്ട് സോഴ്സ് അഗ്രിഗേഷൻ എങ്ങനെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഇതെല്ലാം ബ്രീഫ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം വേസ്റ്റ് മാനേജ്മെന്റ് നമ്മുടെ സ്റ്റേഷൻസിൽ വളരെ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാ ഈവൻ ഹസാഡസ് മെഡിക്കൽ വേസ്റ്റ് വരെ നമ്മൾ നന്നായിട്ട് രീതിക്ക് മാനേജ് ചെയ്യുന്നുണ്ട്. അതെല്ലാം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കളക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ബാക്ക് ടു മെയിൻ ലാൻഡ് കൊണ്ടുവന്നിട്ട് അത് പ്രോപ്പറായിട്ട് അത് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഓരോ ഏജൻസികളെ ഏൽപ്പിച്ച് ഡിസ്കാർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ വേറൊരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ? തീർച്ചയായിട്ടും. ഞാൻ ഇപ്പം പല രാജ്യങ്ങളും ഗ്രീൻ എനർജിയിലോട്ട് മാറുന്നു എന്ന് സൂചിപ്പിച്ചിരുന്നു. ഇന്ത്യ അങ്ങനെ മാറാനുള്ള സാധ്യത ഉടനെ ഒന്നും ഇല്ലായിരിക്കണം. പക്ഷെ ഇതുപോലുള്ള ഈ ടെക്നോളജിക്കൽ ചലഞ്ചസ് ഏതൊക്കെയാണ് ഇനി ഭാവിയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇന്ത്യൻ സ്റ്റേഷനിൽ? തീർച്ചയായിട്ടും. നമ്മൾ ലാസ്റ്റ് ചെയ്ത ഒരു പ്രോജക്റ്റ് നമ്മുടെ HPCL ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷന്റെ റിസർച്ച് വിങ്ങിലെ ഒരു ഹെഡ് അവര് ഒരു ഇനീഷ്യൽ അസസ്മെന്റ് നടത്തിയിരുന്നു. നമ്മുടെ വേസ്റ്റിൽ നിന്ന് എനർജി ഉണ്ടാക്കിയിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ള രീതി. അപ്പൊ നമ്മുടെ കയ്യിൽ ഡേറ്റാസ് ഉണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ നമ്മൾ NCPR എൻവയോൺമെന്റൽ മോണിറ്ററിംഗ് ഏറ്റെടുത്ത് 2012 അന്ന് തൊട്ടുള്ള എല്ലാ ഡേറ്റയും നമ്മുടെ കയ്യിലുണ്ട്. എത്രമാത്രം വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, എത്ര ഫുഡ് വേസ്റ്റ് എത്ര വരുന്നുണ്ട്, ഹ്യൂമൻ വേസ്റ്റ് എത്ര വരുന്നുണ്ട്, അതിന്റെ എല്ലാം കണക്കുകൾ നമ്മളുണ്ട്. പിന്നെ ഈ പ്രാവശ്യം അവരൊരു ഫീൽഡിൽ വന്നിരുന്നു, അവർ അക്സസ് ചെയ്തിരുന്നു. അപ്പൊ അവരൊരു പ്രപ്പോസൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ
നമ്മുടെ നാട്ടിലുള്ള ബയോഗ്യാസ് പ്ലാന്റ് പോലെ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുമോ ഒരു ഇനീഷ്യൽ അസസ്മെന്റ് അവർ നടത്തി. അപ്പൊ അവരുടെ ഫൈൻഡിങ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സ്റ്റേഷനിൽ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് നമ്മളൊരു കണ്ടെയ്നറിൽ ഈ പറയുന്ന പോലെ ബയോഗ്യാസ് പ്ലാന്റ്, വേസ്റ്റ് കളക്ഷൻ സിസ്റ്റം അതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്തിട്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ മേക്ക് ചെയ്തിട്ട് അത് അന്റാർട്ടിക്കയിലോട്ട് ഡിപ്ലോയ് ചെയ്ത് നമ്മുടെ സ്റ്റേഷനിൽ വെക്കുക എന്നുള്ളതാണ്. പിന്നെ അവിടെ പിന്നെ വിൻഡ് എനർജി യൂസ് ചെയ്യാൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിൻഡ് മിൽസിനെ കുറിച്ചുള്ള കൂടുതൽ ഒരു കൺസേൺ അവിടെ ബേർഡ്സിനെ അഫക്ട് ചെയ്യുന്നതാണ്. അവരുടെ ബിഹേവിയറൽ ചേഞ്ചസ് വരെ കണ്ടെത്തിയിട്ടുണ്ട് ബേർഡ്സിൽ. അപ്പൊ അതൊരു മെയിൻ കൺസേൺ ആണ്. കാരണം നമ്മുടെ മൈത്രി സ്റ്റേഷന്റെ അടുത്ത് ധാരാളം ഞാൻ ഈ പറഞ്ഞ പോലെ സ്കൂവേഴ്സ് ഉണ്ട്, അന്റാർട്ടിക് സ്നോ പെട്രൽസ് ഉണ്ട്. അങ്ങനെ ഒരു 3 വെറൈറ്റീസ് ഓഫ് ബേർഡ്സിന്റെ ഭയങ്കര കോളനീസ് ഉണ്ട്. അപ്പൊ അവരെ അത് അഫക്ട് ചെയ്യുമോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡീസും ചെയ്തതിനു ശേഷം മാത്രമാണ് നമുക്ക് വിൻഡ് എനർജിയെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മുടെ പ്ലാന് മേ ബി നെക്സ്റ്റ് ഇയർ അല്ലെങ്കിൽ അതിന് അടുത്ത വർഷം എന്തായാലും HPCA നമ്മുടെ NCPRM കൂടി ചേർന്നിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. അപ്പൊ അതിൽ നമ്മുടെ വേസ്റ്റ് നമ്മളിപ്പോ പ്രസന്റ് നമ്മളിപ്പോ കത്തിച്ചിട്ട് കളയുകയാണ് ചെയ്യുന്നത്. അതിന് പകരം അതിനെ ബയോഗ്യാസ് ആക്കിയിട്ട് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുമോ, എന്നിട്ട് ആ എനർജി വെച്ചിട്ട് നമ്മുടെ സ്റ്റേഷൻ ഹീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പ്രോജക്റ്റ് ഇപ്പോൾ ഓൺഗോയിങ് ആണ്. എന്തായാലും എനിക്ക് തോന്നുന്നു അടുത്ത ഭാഗത്തിൽ തന്നെ നമ്മുടെ സ്റ്റേഷനിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. സാർ ഈ ഗ്ലേഷ്യർ ഏരിയാസിലൊക്കെ ക്രെവാസിസ് ഉണ്ടെന്നും അത് ഭയങ്കര ഡേഞ്ചർ ആണെന്നും ഒക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എക്സ്പെഡിഷന് ഫീൽഡിലൊക്കെ അതൊരു ബുദ്ധിമുട്ടാണോ? അത് അതായത് മാപ്പിൽ നോട്ട് ചെയ്യാൻ? തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള ടെക്നോളജി ഉണ്ട്. ക്രെവാസിസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ടെക്നോളജി ഉണ്ട്. നമുക്ക് റഡാർസ് ഉണ്ട്. റഡാർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുപോയി. നമ്മുടെ മൈത്രി സ്റ്റേഷൻ ഒരു ഇൻലാൻഡ് സ്റ്റേഷനാണ്. നമ്മുടെ കോസ്റ്റൽ ഏരിയയിൽ നിന്ന് ഒരു 120 കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് നമ്മുടെ സ്റ്റേഷൻ ഉള്ളത്. അപ്പോൾ ഷിപ്പില് സാധനങ്ങൾ വന്നത് ഞാൻ നേരത്തെ കാണിച്ച പിസ്റ്റൺ പുള്ളി എന്ന് പറഞ്ഞ വെഹിക്കിളിലാണ് നമ്മൾ ലോഡെല്ലാം പോയി എടുത്തുകൊണ്ട് വരുന്നത്. ആ സമയത്ത് ഇവർ പിസ്റ്റൺ പുള്ളിയിൽ പോകുന്ന സമയത്ത് ഇവർ ഭയങ്കര പറഞ്ഞ ഒരു കൺസേൺ ആണ് ഈ ക്രെവാസസ്. അപ്പൊ അത് ഡിറ്റക്ട് ചെയ്യാനായിട്ട് നമ്മൾ റൂട്ടൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റഡാർ യൂസ് ചെയ്യുന്നുണ്ട്. ഇനീഷ്യലി റഡാർ പോയിട്ട് എന്തെങ്കിലും ഐസിന്റെ തിക്നെസ്സിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ റൂട്ട് ഡൈവേർട്ട് ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത്. എന്നിരുന്നാൽ പോലും ഈ സമ്മർ ടൈമിൽ നമുക്ക് പ്രൊഡക്ഷൻസ് ഒക്കെ ചില സമയത്ത് കൃഷ്ണാവാരന്റെ ലാസ്റ്റ് എക്സ്പെഷ്യലി നമുക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. നമ്മുടെ ഡിസ്കൗണ്ടിൽ മെൽറ്റ് വാട്ടർ താന്നുപോയി. പിന്നെ നമ്മൾ റിക്കവർ ചെയ്തു. പക്ഷെ എന്നാലും ഭാഗ്യത്തിന് അതിലുണ്ടായിരുന്ന ആളുകൾക്ക് വണ്ടിക്ക് യാതൊരു വിധ അപകടം പറ്റിയിട്ടില്ല. രണ്ടുപേരാണ് അതിൽ ഉണ്ടായിരുന്നത്. രണ്ടുപേരും സേഫാണ്. ജർമ്മൻകാരനായിരുന്നു അദ്ദേഹം. നമ്മുടെ പിസ്റ്റംപുള്ളിയുടെ റിപ്പയറിന് വേണ്ടിയിട്ട് ആനുവൽ ചെക്കപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ പിസ്റ്റംപുള്ളി എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് വരുന്ന ഒരു എഞ്ചിനീയറാണ്. അപ്പൊ അദ്ദേഹം കോൺവോയ് പോകാനായിട്ട് ഇവരുടെ കൂടെ പോയ സമയത്താണ് ഇങ്ങനെ ടാക്സ് വന്നത്. പക്ഷെ ഫോർച്ചുനേറ്റ്ലി ആർക്കും ഒരു രണ്ടുപേരും ഭയങ്കര സേഫ് ആയിരുന്നു. വണ്ടി പ്രശ്നമില്ലാതെ പോകും. ഓൾറെഡി ക്രെവാസസിന്റെ അഫക്റ്റഡ് ഏരിയ ഒക്കെ ഓൾറെഡി നമ്മൾ സ്റ്റഡി ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സേഫ് ആയിട്ടുള്ള റൂട്ടാണ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. പിന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ അവിടെ നിന്നുള്ള എഞ്ചിനീയർമാരാണ് കൂടുതലും നമ്മുടെ ഡ്രൈവിംഗ് ചെയ്യാനായിട്ട് വരുന്നത്. കാരണം അവർ അത്രയും നമ്മുടെ ഹിമാലയം എനിക്ക് തോന്നുന്നു ഏറ്റവും ഞാൻ ആർട്ടിക്കിൽ പോകേണ്ട അന്റാർട്ടിക്കിൽ പോകേണ്ട ഹിമാലയത്തിൽ പോയിട്ടുണ്ട്. ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് എനിക്ക് തോന്നിയ ഹിമാലയൻ റീജിയൻ. അപ്പോ അവിടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് നമ്മുടെ ഇവിടെ വന്നിട്ട് നമ്മളെ ഗൈഡ് ചെയ്തത്. അതുകൊണ്ട് ഭയങ്കര സിമ്പിളാണ്. ദിനേശ് കൂടുതലും മൈത്രിയെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മുടെ മറ്റൊരു സ്റ്റേഷൻ ഉണ്ടല്ലോ ഭാരതി, അതിനെക്കുറിച്ചൊന്നും തന്നെ പറഞ്ഞ് കേട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കൂടുതലും മൈത്രിയിലാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് മൈത്രിയെ കുറിച്ച് കൂടുതൽ പറഞ്ഞത്. ഭാരതി സ്റ്റേഷൻ നമ്മുടെ കോസ്റ്റൽ ഏരിയയിലാണ്. നമ്മുടെ മാപ്പിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ എക്സാക്ട്ലി ഇന്ത്യയുടെ തൊട്ട് താഴെയാണ് വരുന്നത്. നമ്മൾ ഫോളോ ചെയ്യുന്ന ടൈം ഇന്ത്യൻ ടൈമാണ്. അപ്പൊ ഭാരതി സ്റ്റേഷനിൽ നമ്മുടെ നെയ്ബേഴ്സ് എന്ന് പറഞ്ഞാൽ ചൈനക്കാർക്ക് സ്റ്റേഷൻ ഉണ്ട്, അതേപോലെ റഷ്യൻ സ്റ്റേഷൻ ഉണ്ട്, ഓസ്ട്രേലിയൻ സ്റ്റേഷൻ ഉണ്ട്. ഇവര് 3 പേരുമാണ് നമ്മുടെ നെയ്ബറിങ്. അപ്പൊ പിന്നെ അവിടെ ഇതേപോലെ സീഡ് തൊട്ടടുത്തായതുകൊണ്ട് ലോജിസ്റ്റിക് കൺസ്ട്രെയിൻസ് ഒന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഷിപ്പ് അവിടെ ഉള്ള സമയത്ത് എപ്പോഴും ട്രാൻസ്പോർട്ടേഷനൊക്കെ ഈസിയാണ്. പിന്നെ തൊട്ടടുത്ത് ഇത്രയും 3 രാജ്യങ്ങളിൽ കൂടി ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു കൊളാബറേഷൻ ഉണ്ട്.
എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി വന്നാലും ഡോക്ടർക്ക് എന്തെങ്കിലും പറ്റിയാലും അടുത്ത സ്റ്റേഷൻ ഡോക്ടറുണ്ട്. അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കോർപ്പറേഷൻ ഉണ്ട്. അപ്പൊ ആരെങ്കിലും കൂടുതൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് സിയുടെ സദേൺ ഓഷ്യന്റെ റിസർച്ച്, ഓഷ്യൻ റിസർച്ച് ആണ് കൂടുതൽ അവിടെ ഫോക്കസ് ചെയ്യുന്നത്. സി ഐസിന്റെ മെൽറ്റിങ്, അതുപോലെ തന്നെ സെഡിമെന്റ് എന്താണ് ജിയോളജി, അങ്ങനത്തെ സ്റ്റഡീസ് ആണ് കൂടുതൽ അറിയിലുള്ളത്. ഹലോ സാർ. പറഞ്ഞോളൂ. ഞാൻ MG യൂണിവേഴ്സിറ്റിയിൽ എൻവയോൺമെന്റ് സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ റിസർച്ച് സ്കോളറാണ്. അപ്പം ഒരു സ്കോളർ എന്നുള്ള രീതിയിൽ എങ്ങനെ സാറിനെ പോലെ എക്സ്പെഡീഷനുകളിൽ പങ്കെടുക്കാം, ആ ഒരു എക്സ്പോഷർ എങ്ങനെ ലഭിക്കാം എന്നതിനെ പറ്റിയിട്ടൊന്ന് പറഞ്ഞുതരാമോ? ഗ്ലേഷ്യർ സ്റ്റഡീസ് ആണ് എൻ്റെ സ്റ്റഡി ഏരിയ. ഗ്ലേഷ്യർ ആണ് തീർച്ചയായിട്ടും. നമ്മുടെ MG യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് എൻവയോൺമെന്റ് സയൻസ് ഇന്ത്യയിലെ ഒരു നമ്പർ 1 ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എൻവയോൺമെന്റ് സയൻസിനെ സംബന്ധിച്ച്. അവിടുത്തെ ഫാക്കൽറ്റീസ് എല്ലാവരും നല്ല എക്സ്പോഷർ കിട്ടിയ ആൾക്കാരാണ്. പ്രത്യേകിച്ച് നമ്മുടെ മഹേഷ് സാർ, ഇവിടുത്തെ ഡയറക്ടർ, പിന്നെ നമ്മുടെ CT അരവിന്ദ് കുമാർ സാർ ആണെങ്കിലും എല്ലാവരും നല്ല എക്സ്പോഷറുള്ള ആൾക്കാരാണ്. അപ്പൊ അവരുടെ ഒരു ഗൈഡൻസ് കൊണ്ടാണ് നമ്മൾ ആ സമയത്ത് നമ്മൾ മഹേഷ് സാറിന്റെ ഒരു സാറിന്റെ PhD ഗൈഡായിരുന്നു. അപ്പൊ സാറിന് ഞാൻ കണ്ടിരിക്കുന്നത് സാർക്ക് അങ്ങനെ വർക്കഹോളിക്കാണ്. ഒരു നിമിഷം വെറുതെ ഇരിക്കുന്നത് അല്ലെങ്കിൽ റിലാക്സ് ചെയ്യുന്ന ഓഫീസ് ചെയ്യാൻ കണ്ടിട്ടില്ല. അപ്പൊ അദ്ദേഹം ഭയങ്കര വർക്കഹോളിക്കാണ്. അദ്ദേഹം അങ്ങനെ കണ്ടിന്യൂസ് ട്രൈ ചെയ്തിട്ടാണ് നമുക്ക് NCP ആയിട്ട് ആ സമയത്ത് ഒരു കൊളാബറേറ്റീവ് പ്രോജക്റ്റ് കിട്ടുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു 8 റിസർച്ച് സ്കോളേഴ്സ് സാറിന്റെ കൂടെ ഉള്ള ഒരു ആർട്ടിക് എക്സ്പെഡിഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. ആർട്ടിക് എക്സ്പെഡിഷൻ പങ്കെടുത്തു. നമ്മൾ നല്ല നല്ല പബ്ലിക്കേഷൻസ് ഉണ്ടാക്കി. പിന്നെ നമുക്ക് ഒരു ഹൈഡ്രോതെർമൽ എക്സ്പെഡിഷൻ നമ്മുടെ സദേൺ ഓഷൻ, ഇന്ത്യൻ ഓഷനിൽ ഒരു ക്രൂസ് പോകാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അവിടെ റിസർച്ച് ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി ആ സമയത്ത് കിട്ടിയുണ്ട് PhD ടൈമിൽ. അപ്പൊ അമലിന് കൂടുതൽ ഇൻട്രസ്റ്റ് ഗ്ലേഷ്യൽ സ്റ്റഡീസിലാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഒരു പ്രത്യേക ഒരു വിങ് തന്നെയുണ്ട് ഗ്ലേഷ്യൽ സ്റ്റഡീസിന് വേണ്ടി NCPR. ക്രിയേറ്റീവായിട്ട് പ്രോജക്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ സമീപിക്കാൻ. എൻ്റെ നമ്പർ കയ്യിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് ആ ഏരിയയിൽ എക്സ്പെർട്ടൈസ് ഉള്ള ആൾക്കാരോട് നമുക്കൊരു ജോയിന്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് പ്രപ്പോസൽ എൻ്റെ ആർട്ടിക് എക്സ്പെഡിഷൻ്റെ സമയത്ത് നമ്മൾ വിളിക്കുന്ന സമയത്ത് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. അതേപോലെ തന്നെ റിസർച്ചിന് ഇൻട്രസ്റ്റ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ആർട്ടിക് സെപ്റ്റംബർ സമയത്താണ്. ആ സമയത്ത് നിങ്ങളുടെ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്യുവർ റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള സയന്റിഫിക് സ്റ്റഡീസ് എന്തെങ്കിലും നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. ഇൻഡിവിജ്വലായിട്ട് സബ്മിറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ കൊളാബറേഷൻ സെലക്ട് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എക്സ്പെഡിഷന്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും പോകാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ സാർ, താങ്ക് യു. ഞാൻ കോൺടാക്ട് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഇൻഡപ്പ് ചെയ്താലോ? അപ്പോൾ UK പേരിൽ ഡോക്ടർ ബിനീഷിന് എല്ലാവരുടെയും പേരിലുള്ള നന്ദി പറയുന്നു. ഗംഭീര ടോക്കായിരുന്നു. ഒന്നെന്താ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും വളരെ താല്പര്യമുള്ള വിഷയങ്ങളാണ് ഇത്രയൊക്കെ. നമുക്ക് നേരിട്ട് ഇതൊന്നും കാണാനുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല. അപ്പോൾ അവിടെ നേരിട്ട് വർക്ക് ചെയ്ത് നല്ല പരിചയമുള്ള ഡോക്ടർ ബിനീഷിനെ പോലെ ഒരാളെ കിട്ടിയെന്നുള്ളത് വളരെ സന്തോഷം. ഇത് കേട്ടിരുന്ന എല്ലാവരുടെയും പേരിൽ, പ്രത്യേകിച്ചും UK പേരിൽ നന്ദി പറയുന്നു. താങ്ക് യു സാർ. ഞാനൊരു വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഷാജി സാറിനും അതേപോലെ എൻ്റെ സുഹൃത്തായ ബാദുഷ് റിസ്വാനും എന്നെ ഈ ഒരു പ്രോഗ്രാമിനായിട്ട് ഇൻവൈറ്റ് ചെയ്തതിന് പ്രത്യേകമായ നന്ദി. തീർച്ചയായിട്ടും ഇനിയും നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഇനിയും വളരെ ആർട്ടിക്കൽസ് നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ വളരെ എന്താണ് ഡൈവേഴ്സ് ആയിട്ടുള്ള ആളുകൾ സംസാരിക്കാൻ താല്പര്യമുള്ളവരുണ്ട്. പ്രത്യേകിച്ച് മലയാളികളുണ്ട്. അങ്ങനെ ആരെങ്കിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് തീർച്ചയായിട്ടും അടുത്തൊരു ടോപ്പിലേക്ക് ആളെ സജസ്റ്റ് ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും. Okay. Thank you, sir. Okay, we'll meet again. Thank you. Sure, sir.